ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം അല്ലെ ഇപ്പൊ എത്ര പേരായി? 311 പേരായി. ശരിക്കും ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിലെ സ്ത്രീകളെല്ലാം കേൾക്കേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ്. കാരണം അല്ലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശക്തി എന്താന്നുള്ളത് നമുക്ക് അറിയില്ല. ശരിക്കും നമ്മുടെ ശക്തി തെളിയിച്ച ഒരു ദിവസം തന്നെയായിരുന്നു മാർച്ച് 8 കഴിഞ്ഞ ഈ ലോക വനിതാ ദിനത്തില് നമ്മൾ അന്ന് കണ്ട ന്യൂഡൽഹിയിൽ നമ്മൾ കണ്ട ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ കണ്ട നിറഞ്ഞ കാഴ്ച എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കും മൂർത്തി സാറിനും ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം RCM ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ നഷ്ടം എന്താന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ മാർച്ച് 8 പ്രോഗ്രാം ഞങ്ങൾക്ക് മിസ്സായത് എന്താ പറയുക ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ ഒരിക്കലും നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയാണ്. കാരണം നമ്മൾ എവിടുന്ന് പോയി നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോയി 6 മണിക്കാണ് ഫ്ലൈറ്റ്. 6 മണിക്ക് ഫ്ലൈറ്റ് ആദ്യം അനൗൺസ് ചെയ്തു, ഒരു 3 മണിക്കൂർ ലേറ്റ് ആവും എന്ന് അനൗൺസ് ചെയ്തു. അപ്പം ഓക്കെ 9 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്തു. പക്ഷെ 8:45 ആവുമ്പോഴേക്കും വീണ്ടും അടുത്ത മെസ്സേജ്, വീണ്ടും 3 മണിക്കൂർ കൂടെ ലേറ്റ് ആവുമെന്ന്, 12 മണി. അപ്പൊ അങ്ങനെ വന്നപ്പോ 12 മണിക്ക് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ഏകദേശം ആ പ്രോഗ്രാം ക്ലോസിംഗിന്റെ സമയത്തായിരിക്കും ഡൽഹിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതിനിടയ്ക്കായിട്ട് നമുക്കൊരു വേറൊരു ഫ്ലൈറ്റ് ഡൽഹിക്ക് ആ ഭാഗത്തേക്ക് ഇല്ലതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മ സങ്കടത്തിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു അവസ്ഥ എന്താ അതൊന്നും നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനേ പറ്റില്ല. കാരണം ഞങ്ങളുടെ കൂടെ നമ്മുടെയൊക്കെ ഷൈമ കോഴിക്കോട് എന്നുള്ള ഷൈമ മേഡം ഉണ്ടായിരുന്നു. മേഡത്തിനൊരു അവാർഡും കൂടെ ഉണ്ടെന്ന് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സങ്കടവും വിഷമവും ഒക്കെ തോന്നി. കാരണം മാഡത്തിന് എങ്ങനെയെങ്കിലും ഒന്ന് ഡൽഹിയിൽ എത്തിക്കണം അല്ലെ. അതും മാഡത്തിന് കിട്ടിയ അവാർഡ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് റൂറൽ വുമൺ എന്റർപ്രണർഷിപ്പ് ഓഫ് ഇന്ത്യ അല്ലെ. അത് കിട്ടിയിരിക്കുന്ന ആ അവാർഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്റ്റാർപ്പുകളായിട്ടുള്ള കേരളത്തിൽ നിന്ന് ഒരേ ഒരാള് ഷൈമ മാഡം അല്ലെ. നമ്മൾ ശരിക്കും ടീമിന്റെ ശക്തി അല്ലെ, ടീം ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ഇതുപോലെയുള്ള ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ കൊടുക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ അവിടെ കണ്ട ഇപ്പൊ നമ്മുടെ ഷൈമ മേഡത്തിന് കിട്ടിയ അംഗീകാരം എന്ന് പറയുന്നത്. അപ്പൊ ഷൈമ മേഡത്തിന് എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് ഡൽഹിയിൽ എത്തിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്താ പറയാ, ശരിക്കും ഒരു ആ വിഷമൊക്കെ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞാൽ നമുക്ക് സമയമില്ല. നടന്ന് നമ്മളുടെ അതുമല്ല, നമുക്ക് ഒരുപാട് പേര് ഈ പോയവരൊക്കെ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു നഷ്ടം കൂടെ ഞാൻ നിങ്ങളോടൊന്ന് പറയുകയാണ്. ശരിക്കും അവിടെ പങ്കെടുത്ത യൂട്യൂബ് വീഡിയോ ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 10,000 നമ്മുടെ സജിത മേഡം ഒക്കെ അവിടെ നിന്ന് എനിക്ക് ലൈവായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു വിടുകയാണ്. 10,000 പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റേഡിയം നിറയെ ആളുകൾ, 10,000 പേര് പുറത്ത്, 10,000 ലേഡീസ് ആണെന്ന് ഓർക്കണം, സ്ത്രീകള്, 10,000 ആളുകൾ അകത്തും 10,000 ആളുകൾ പുറത്തുള്ള ഒരു അവസ്ഥ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. എവിടെയാണ് ഇത്രയും സ്ത്രീകള് ഈ രംഗത്ത്? അതും തന്നെ എല്ലാവരും പോയോ? ഇല്ല. നമ്മുടെ കേരളത്തിൽ നമുക്ക് ജസ്റ്റ് പറഞ്ഞ ഒരു 30 കണ്ട ആളുകളാണ് നമ്മുടെ നിന്ന് പോയിരിക്കുന്നത് അല്ലെ. അതിൽ എത്ര സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഇനിയും പോവാൻ കിടക്കുന്നു? പോയിട്ടില്ല നമ്മള്. കാരണം എന്താണ് ഇതിന്റെ ഇത് പോവേണ്ട ആവശ്യകത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളിൽ എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആയില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ കേട്ടത് എല്ലാ മാർച്ച് 8-നും നമ്മുടെ ലോക വനിതാ ദിനത്തില് ഇതുപോലെയുള്ള ഒരു കൂടിച്ചേരല് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മന്ത്രി ഇതുപോലെയുള്ള അസോസിയേഷനും അല്ലെ മന്ത്രിമാരും ഒക്കെ ചേർന്ന് നടത്തും എന്നുള്ളതാണ് ഞാൻ കേട്ടത്. കാരണം അവരും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇത്രയും സ്ത്രീകൾ ഇതിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ സ്മൃതി ഇറാനി മാഡത്തിന് അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല ഈ കൂട്ടത്തില് അല്ലെ. മാഡം വളരെ അത്ഭുതത്തോടെയാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞ ഇത്രയും സ്ത്രീകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് മന്ത്രിസഭയ്ക്ക് പോലും അറിയില്ല, ഈവൻ പ്രധാനമന്ത്രിക്ക് പോലും അറിയില്ല. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടിയിരിക്കുന്നു, ശ്രദ്ധയിൽപ്പെടുത്തണം. ഇത്രയും പേര് ഇതിൽ എംപ്ലോയിഡ് ആണ്, ഇത്രയും പേര് ഇതിൽ വർക്ക് ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്ത്രീകൾക്കുള്ള, അതായത് നമുക്കുള്ള എന്താ പറയാ, നമ്മുടെ ഫ്യൂച്ചർ സ്ത്രീകൾ ഇതുവരെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നഷ്ടബോധം തോന്നിയിട്ടുണ്ടാവും. നമുക്ക് ശരിയായ രീതിയിൽ വിദ്യാഭ്യാസം കിട്ടാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ആ നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും നല്ല ജോലി കിട്ടാത്തതിന്റെ പേരില് അല്ലെ പലരും, അല്ലെങ്കിൽ വീട്ടമ്മയായി ഇങ്ങനെ എന്താ പറയാ വീട്ടിലെ പണികൾ മാത്രം ചെയ്തിട്ട് ഒതുങ്ങിക്കൂടിയിരുന്ന ആളുകള്, ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ധർമ്മ സങ്കടത്തിന് ഒരേ ഒരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് RCM എന്നുള്ള ഡയറക്ട് സെല്ലിംഗ് എന്ന് ഞാൻ പറയില്ല, RCM എന്ന ഡയറക്ട് സെല്ലിംഗ്, എത്തിക്സ് ഉള്ള ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത് അത് RCM ആണ്. കാരണം അതിലെ ആ ഒരു 6 ബേസിക്കും അല്ലെ നമ്മുടെ ആ ഒരു 21 സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഏറ്റവും ഒരു മനുഷ്യനെ ഏറ്റവും സിൻസിയർ ആയിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ഏറ്റവും വലിയ ലോകത്തിലെ ഒരു വലിയൊരു ഡയറക്ട് മാർക്കറ്റിംഗ് ആണ് ഈ നമ്മുടെ RCM. അതിലേക്ക് ഇന്ന് കടന്നു വന്നിരിക്കുന്നത് ഒരുപാട് വീട്ടമ്മമാരാണ്, ഒരുപാട് സ്ത്രീകളാണ്
ജിഷ മേഡം ജെമിനി മേഡം ഒക്കെ പറയുന്നത് കേട്ടു, സ്റ്റേജിൽ RCM എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ TCG ഒക്കെ കയറി വരുമ്പോഴാണ് ഏറ്റവും കൂടുതലായിട്ട് കരഘോഷം മുഴങ്ങിയിരുന്നത്. ബാക്കി ഡയറക്ട് സെല്ലിംഗ് ആളുകളൊക്കെ കയറി വരുമ്പോൾ ആരും കൈയടിക്കാനായിട്ട് അധികം ആരും ഉണ്ടായിരുന്നില്ല. അവിടെ RCMന്റെ പവർ ശരിക്കും പറഞ്ഞ ആ ഒരു സ്റ്റേജില് തിരിച്ചറിഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു ഈ കഴിഞ്ഞ March 8. അപ്പോൾ തീർച്ചയായിട്ടും സ്മൃതി ഇറാനി മേഡം, നമ്മൾ സ്ത്രീകൾക്കായിട്ട് ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് സ്മൃതി ഇറാനി മേഡം നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട്, നല്ല പ്രോത്സാഹനം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ഈ പോയവരുടെ അല്ലെ, ശരിക്കും അതിൽ പങ്കെടുത്തവര് അവര് പറയണം, അവർക്ക് കിട്ടിയ വിഷൻ, ആ വിഷനിൽ നിന്ന് അവരെടുത്ത തീരുമാനം. അപ്പൊ അതുപോലെ നമ്മൾ എല്ലാവർക്കും 3 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്, കാരണം നമുക്ക് എല്ലാവരെയും ഒന്ന് കേൾക്കണം. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾക്ക് കിട്ടിയ വിഷൻ അല്ലെ, എനിക്ക് കിട്ടിയ വിഷൻ ആവില്ല അടുത്ത ആൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് RCMൽ ഉറച്ചു നിൽക്കാൻ കൊടുത്ത ആ ഒരു ആത്മവിശ്വാസം, ഈ പ്രോഗ്രാമിൽ നിന്ന് അവർക്ക് എത്രത്തോളം ആത്മവിശ്വാസം കിട്ടി, ഇതും കൂടെ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വ്യക്തമാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെ, നമ്മുടെ ജെമിനി മേഡം, സ്റ്റാർ എമറാൾഡ് ജെമിനി മേഡം ഉണ്ട്. മാഡം ഈ ഒരു പ്രോഗ്രാമില് VIP സീറ്റിൽ തന്നെ ഇരിക്കുകയുണ്ടായി. ജിഷ മേഡം VIP സീറ്റിൽ തന്നെയായിരുന്നു, കാരണം അവരൊക്കെ റൈസിംഗ് കോർ കാറ്റഗറിയിൽ വരുന്നതുകൊണ്ട് VIP സീറ്റ് കിട്ടിയിട്ട് ആ ഒരു ഫോട്ടോ ഒക്കെ നമുക്കായിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ജെമിനി മേഡം ആണ് നമ്മുടെ സ്റ്റാർ പേൾ, നമ്മുടെ ഷൈമ മേഡത്തിന് വേണ്ടിയിട്ട് ആ ഒരു അവാർഡ് സ്വീകരിച്ചതും നമ്മുടെ സ്റ്റാർ എമറാൾഡ് ജെമിനി മേഡം ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർ എമറാൾഡ് ജെമിനി മേഡത്തിന്റെ അനുഭവം കേൾക്കാം. ജെമിനി മേഡം, യു ആർ വെൽക്കം. ജിയാസ്യം, എന്റെ പേര് ജെമിനി, കോട്ടയം പുതുപ്പള്ളിയിൽ താമസിക്കുന്നു. ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം അഖില മേഡം, ജിഷ മേഡം ഒക്കെ പറഞ്ഞതുപോലെ ആ ഡൽഹിയിലെ March 8 വുമൻസ് ഡേ പ്രോഗ്രാമിന് അല്ലെങ്കിൽ സെലിബ്രേഷന് പോയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ അത്രത്തോളം ഒന്നും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന പ്രോഗ്രാമിന് ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞ് അവിടെ കണ്ട അത്രയും സ്ത്രീകളെ കണ്ടപ്പോൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ശരിക്കും അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സ്ത്രീകൾ ഉണ്ടായിരുന്നു അവിടെ. ആ ഒരു സമയത്താണ് ഞാനും മനസ്സിലാക്കുന്നത് ഇത്രയും സ്ത്രീകൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. നമ്മളൊക്കെ ഇവിടെ വളരെ കുറച്ച് ആൾക്കാർ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അവിടെ ചെന്ന് ആ കണ്ട ഒരു കാഴ്ച അതെന്നെ വളരെ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. നമ്മൾ ഒരുപാട് ഇനി മുന്നോട്ടേക്ക് പോകേണ്ടിയിരിക്കുന്നു. അപ്പൊ അവിടെ ഏറ്റവും സന്തോഷമുണ്ടായ കാര്യം, അഖിലമ്മയുടെ ഇപ്പൊ പറഞ്ഞതുപോലെ എല്ലാ പ്രാവശ്യം ഏത് മീറ്റിങ്ങിന് പോയാലും ബാബു സാറിന്റെ പേരെഴുതിയ സീറ്റിലാണ് ഞാൻ ഇരിക്കാറുള്ളത്. ആദ്യമായിട്ട് 14 വർഷമായി RCMല് ജീവിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. പക്ഷെ എന്റെ സ്വന്തം പേരെഴുതിയ സീറ്റിൽ ഇരുന്നപ്പോൾ ഉണ്ടായ സന്തോഷം അത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഞാൻ ആ സീറ്റ് കണ്ടപ്പം അവിടെ ചെന്ന് എല്ലാ കാര്യത്തിനും ഹെൽപ്പ് ചെയ്യാൻ വട്സാർ ഉണ്ടായിരുന്നു. ഞങ്ങളെ VIP ഗാലറിയിൽ കൊണ്ടിരുത്താനും സീറ്റ് കാണിച്ചു തരാൻ എല്ലാ സാറ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. മൂർത്തി സാർ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പൊ അവിടെ ചെന്ന് സാറ് ഞങ്ങളെ കൊണ്ട് ഞങ്ങളുടെ സീറ്റിൽ ഇരുത്തിയപ്പം എന്റെ പേര്, ജിഷ മേഡത്തിന്റെ പേരൊക്കെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അപ്പൊ എന്റെ ആ പേരെഴുതിയ സീറ്റിൽ ഇരുന്നപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ടാണ് ആദ്യം തന്നെ ആ ഫോട്ടോ എടുത്ത് ഞാൻ എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് അയച്ചത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ എടുത്ത് അയച്ചത്. ഒത്തിരി സന്തോഷം തോന്നി. അത് കൂടുതൽ പറഞ്ഞാൽ നമ്മുടെ സമയം അധികമായി ഇപ്പൊ, അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അപ്പൊ അതുപോലെ തന്നെ സ്മൃതി ഇറാനി മേഡം അവിടെ സംസാരിച്ച് സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിച്ചു, അല്ലെങ്കിൽ ഡയറക്ടർമാർക്ക്. അപ്പൊ അതൊക്കെ ജിഷ മേഡം റിപ്പീറ്റ് ചെയ്തില്ല. അപ്പം മേഡം അവിടെ പറഞ്ഞൊരു കാര്യം, ചോദിച്ച ഒരു കാര്യം, ഇവിടെ സ്റ്റേജില് ഇരിക്കുന്ന ലീഡേഴ്സിൽ സ്ത്രീകൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത തവണ സ്റ്റേജില് ഇരിക്കുന്ന ലീഡേഴ്സിന്റെ കൂടെ സ്ത്രീകൾ കൂടുതൽ ഉണ്ടാവണം, അതിനുള്ള ആ ഒരു വാക്ക് എനിക്ക് തരണമെന്നാണ് ലീഡേഴ്സിനോട് അവിടെ വെച്ച് മേഡം പറഞ്ഞത്. ആ ഒരു വാക്ക് അവർ കൊടുക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും അടുത്ത തവണ കൂടുതൽ സ്ത്രീകളെ സ്റ്റേജിലും ഇരുത്താനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്നവര് മേഡത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നെ ഏറെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, നമ്മുടെ TCGയെയും സൗരവ് സാറിനെയും പ്രിയങ്ക മേഡത്തിനെയും ഒക്കെ സ്റ്റേജിൽ ആദരിക്കുകയും അവർക്ക് സ്പീച്ചിനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ TCGയെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട് അവിടെ. അവര് സ്റ്റേജിൽ പ്രസംഗിച്ചപ്പം പറഞ്ഞത് ഡയറക്റ്റ് മാർക്കറ്റിംഗിന്റെ കുലപതി എന്നാണ് പറഞ്ഞത്. ഒരുപാട് കാരണം അവര് പറഞ്ഞ ഒരു കാരണം, ഞങ്ങളൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിൽ വന്നിട്ട് ഏതാണ്ട് 13ഓളം ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികളുടെ MDമാരുടെ ഫോട്ടോസും കമ്പനിയുടെ പേരും എല്ലാം സ്ക്രീനിൽ എഴുതി കാണിച്ചിരുന്നു. അതൊക്കെ ഫോട്ടോ എടുത്ത് ഞാൻ ഫോട്ടോ എടുക്കുകയും ചെയ്തിരുന്നു. അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. 13ഓളം കമ്പനികളുടെ, നമ്മളുടെ കൂടെ കൂട്ടി. അപ്പൊ അവിടെ അവര് പറഞ്ഞ ഒരു കാര്യം, ഞങ്ങളൊക്കെ ഡയറക്റ്റ് മാർക്കറ്റിൽ വന്നിട്ട് 10, 12,
15 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ TCG ഈ ഡയറക്റ്റ് മാർക്കറ്റിംഗ് സംവിധാനം തുടങ്ങിയിട്ട് 20 വർഷമായി. അതുകൊണ്ടാണ് കുലപതി എന്നുള്ള ഒരു വാക്ക്. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മുടെ TCGയെ കുറിച്ചാണ് ആ ഒരു വാക്ക്. അത്രയും ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനികൾ അവിടെ ഇരിക്കുമ്പോൾ ആ ഒരാളെ കുറിച്ച് മാത്രമേ അത് പറയാനുണ്ടായിരുന്നുള്ളൂ. ആ ഒരു വാക്ക് തന്നെയാണ് ഹിന്ദിയിലും അത് തന്നെയാണ്. ഒരു മലയാളത്തിൽ നമ്മൾ അങ്ങനെ തന്നെയാണല്ലോ പറയുക. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. ആ സമയത്തൊക്കെ ഉണ്ടായ ഒരു കരഘോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര വളരെ വലുതാണ്. കാരണം നമുക്ക് അതുപോലെ എനിക്ക് ഉണ്ടായ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഷൈമ മേഡത്തിന്റെ അവാർഡ് സ്റ്റേജിൽ പോയി വാങ്ങിക്കാൻ സാധിച്ചു. അപ്പൊ ആ അവാർഡ് തരുന്ന 2 ലീഡേഴ്സ് എന്റെ അടുത്ത് ചോദിച്ചു എവിടുന്നാ വരുന്നേ ചോദിച്ചു. അപ്പൊ ഞാൻ കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. അവര് വാവ് എന്ന് പറഞ്ഞു. കേരളത്തിൽ നിന്നാന്ന് അവർക്ക് എന്തോ ഒരു സന്തോഷം പോലെ. അങ്ങനെ എനിക്ക് ഷൈമ മേഡത്തിന്റെ അവാർഡ് ആണെങ്കിൽ പോലും ഞാനത് വാങ്ങിയപ്പം സ്റ്റേജിൽ പോയി വാങ്ങിയപ്പോ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ 2-3 കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അവിടെ സന്തോഷം തരാനുണ്ടായ കാര്യങ്ങൾ. പിന്നീട് എനിക്ക് അവിടെ കണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ചുരുക്കി പറയാം, കുറച്ച് പുറത്തുനിന്നുള്ള, അതായത് സ്വന്തം പ്രയത്നം കൊണ്ട് കുറെ ഓരോ ലെവലിൽ എത്തിയ ലേഡീസിനെ കുറെ പേരെ അവിടെ ആദരിച്ചിരുന്നു. RCMൽ അല്ലെങ്കിൽ ഡയറക്ട് മാർക്കറ്റിംഗ് ഉള്ളവരല്ല, പുറത്തുനിന്നുള്ളവര്. അതിൽ എന്നെ ഏറെ ആകർഷിച്ച, എനിക്കൊരു ഇൻസ്പിറേഷൻ തോന്നിയ ഒരു ലേഡി എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്ന് ഒരു റുമാ ദേവി എന്ന് പറയുന്ന ഒരു ലേഡി, ഫാഷൻ ഡിസൈനർ ആണ് അവര്, ഇന്ത്യൻ സോഷ്യൽ വർക്കർ ആണ്, അതുപോലെ ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസ്റ്റ് ആണ് അവരുടെ ആ ഒരു സ്റ്റോറി കേട്ടപ്പോൾ, അവരുടെ ലൈഫ് സ്റ്റോറി, അവരുടെ മാത്രം ലൈഫ് സ്റ്റോറി അവിടെ പറയിപ്പിച്ചുള്ളൂ. അത്രയും സ്ത്രീകൾ വന്നതിൽ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം. വെച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ഇതിലൊക്കെ എത്രയോ മേലെ ചെയ്യാനുള്ള അവസരം നമുക്ക് RCM ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊന്ന് ചുരുക്കി ഒന്ന് പറയാം. 4 വയസ്സിൽ അവരുടെ അമ്മ മരിച്ചതാണ്. 8ാം ക്ലാസ് വരെ പഠിക്കാൻ സാധിച്ചുള്ളൂ. 16 വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹശേഷം 2.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് അസുഖത്തെ തുടർന്ന് മരിച്ചുപോയി. അപ്പൊ ഇവര് ഈ ചെറിയ പ്രായത്തിൽ, അതായത് 4 വയസ്സിൽ അമ്മ മരിച്ചതിന് ശേഷം ദാദിയാണ്, അച്ഛന്റെ അമ്മയാണ് അവരെ വളർത്തിയത്. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമാണ്, രാജസ്ഥാൻ പോലുള്ള വില്ലേജില് വെള്ളമില്ല, ഖേത്തിബാടി, അതായത് വയലിൽ നിറയെ ജോലികളുണ്ട്, വീട്ടിൽ നിറയെ ജോലി. ഇതെല്ലാം ദാദിയുടെ കൂടെ നടന്ന് ജോലികൾ പഠിക്കുകയും അവരുടെ കൂടെ നടന്നതൊക്കെ അവർ ചെയ്ത് ശീലിച്ചു. അങ്ങനെയാണ് 16ാമത്തെ വയസ്സിൽ, പഠിക്കാൻ സാധിച്ചില്ല അധികം, അതിനവർക്ക് സങ്കടമുണ്ട്. 16ാമത്തെ വയസ്സിൽ അവരെ കല്യാണം കഴിപ്പിച്ചു വിട്ടു. അവിടെയും അവർക്ക് കൂടുതൽ സങ്കടങ്ങളായിരുന്നു. പിന്നീട് ഈ കുഞ്ഞ് മരിച്ചതിന് ശേഷം അവർ വളരെ ദുഃഖത്തിലായിരുന്നു. അമ്മയെ നഷ്ടപ്പെട്ടു, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. അപ്പൊ ഒരുപാട് ആ ഒരു ഏജ് ഒക്കെ ആയപ്പോഴത്തേനും അവർ ദാദി ഏജിന് ശേഷം അവരും പോയി. അപ്പൊ അവർക്ക് പക്ഷെ തളരാനോ ജീവിതത്തിൽ തോറ്റു പോകാനോ പിന്മാറാൻ അവർ തയ്യാറല്ലായിരുന്നു. അങ്ങനെ അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്കറിയാം, നോർത്തിലൊക്കെ ഒരുപാട് സ്ത്രീകളെ കൈകൊണ്ട് ഒരുപാട് തയ്ക്കുകയും ഒത്തിരി കരകൗശലങ്ങളൊക്കെ ചെയ്യുന്ന ഒരു നാടാണ്. അപ്പൊ അവിടെ എല്ലാവർക്കും, മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ഇതറിയാം. ഇവരും ദാദിയുടെ കൂടെ ഇതൊക്കെ പഠിച്ച ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ ഇപ്പം അന്ന് പെൺകുട്ടി അവരതൊക്കെ പഠിച്ചതാണ്. അവരെന്ത് ചെയ്തു, എന്തെങ്കിലും ഒന്ന് മനസ്സിനെ ഒന്ന് തിരിച്ചുവിടാൻ, അല്ലെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച സമയത്ത് അവര് കൈകൊണ്ട് സൂചിയും നൂലും വെച്ചിട്ട് അവര് കുറെ ഡ്രസ്സുകളൊക്കെ തയ്ച്ചു തുടങ്ങി. അവരുടെ കൂട്ടത്തിൽ ആ ഗ്രാമത്തിൽ നിന്ന് കുറെ സ്ത്രീകളെ, അപ്പൊ എല്ലാവരും അവരെ നെഗറ്റീവ് ആക്കുകയാണ് ചെയ്തത്. കാരണം ആ ഒരു അത്രയും ഒരു ഗ്രാമപ്രദേശത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, കാരണം അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവരെല്ലാരും പിന്തിരിപ്പിച്ചു. പക്ഷെ അവർ സ്ട്രോങ് ആയിട്ട് നിന്നു. അവരുടെ കൂടെ അവരെ പോലെയുള്ള സ്ത്രീകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് കുറെ സാധനങ്ങൾ തയ്ച്ചെടുത്തു. ഡ്രസ്സുകളാണ് അത്, നിങ്ങൾ ഓർക്കണം, മെഷീൻ അല്ല, കൈകൊണ്ട് സൂചി നൂല്, അത് അവരെടുത്തെടുത്ത് പറയുന്നുണ്ട്, സൂചി നൂലും കൊണ്ട് കൈകൊണ്ട് തുന്നിയെടുത്താണ്. അപ്പൊ ഇത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആരോ അവരോട് പറഞ്ഞു ഡൽഹിയിൽ പോയി ഒരു എക്സിബിഷൻ നടത്തുന്നു. അപ്പൊ ഇവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. കാരണം പക്ക ഗ്രാമപ്രദേശത്തിലെ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാരാണ്, അവർക്കൊന്നും അറിയില്ല. എങ്ങനെയോ അവർ ഡൽഹിക്ക് ഒരു ജനറൽ കമ്പാർട്ട്മെന്റിൽ ഈ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി ഇവരുടെ കൂടെയുള്ള സ്ത്രീകളുമായിട്ട് അവിടെ ചെന്നു. അവിടെ എക്സിബിഷൻ നടത്തിയപ്പം ഇവരിങ്ങനെ, അവർക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു, മാറി നിൽക്കുന്നുണ്ട്. ആരോ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചു ഇതെന്താ സംഭവം. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ രാജസ്ഥാനിൽ നിന്ന് വന്നാണ്, കൈകൊണ്ട് തയ്ച്ചെടുത്ത ഡ്രസ്സുകളാണെന്ന് പറഞ്ഞപ്പം ഓരോരുത്തർ വന്ന് നോക്കുകയും വാങ്ങി. ആ ഒരു സമയത്ത് അവർക്ക് 15,000 രൂപയുടെ ഫസ്റ്റ് സെയിലാണ്, 15,000 രൂപയുടെ സെയിൽ ഉണ്ടായി. അതിനുശേഷം അവരോട് ആരോ ഫാഷൻ ഡിസൈൻ നമ്മുടെ ഫാഷൻ ഷോ കാണിക്ക് പോകാൻ പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചത്, ഫാഷൻ ഷോ എന്ന് പറഞ്ഞാൽ ഇറക്കം കുറഞ്ഞ ഡ്രസ്സുകളൊക്കെ ഇട്ട് പോകണ്ടാണ്, ഞങ്ങളുടെ വില്ലേജിൽ നിന്ന് അങ്ങനെയൊന്നും സ്ത്രീകളെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അല്ല, അങ്ങനെയല്ല ഫാഷൻ ഷോ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ച് നിങ്ങളൊരു ഫാഷൻ ഷോ നടത്താൻ പറഞ്ഞു. അപ്പൊ അവര് വീണ്ടും ഈ സ്ത്രീകളെ കൂട്ടി കൈകൊണ്ട് തന്നെ ഡ്രസ്സുകൾ തയ്ച്ച് ഒരു ഫാഷൻ ഷോ നടത്തി. അന്ന് അവിടെ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് ഇവരും ഇവരുടെ ടീമുമായിരുന്നു. കാരണം ഇവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ലേഡിയാണ്, അതായത് ഈ റുമാദേവി എന്ന് പറയുന്ന സ്ത്രീയാണ് ഈ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ കൊണ്ടുചെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചുകൊണ്ടോ. ഇന്ന് അവരുടെ ഗ്രാമത്തില് ഇവര് അറിയപ്പെടുന്ന ഒരു ലേഡിയായി മാറി. അവരുടെ കൂടെയുള്ള സ്ത്രീകൾക്ക് വരുമാനമുണ്ട്. ഇതുപോലെ
വരുമാനമില്ലാതെ അല്ലെ താഴേക്ക് താഴ്ന്നു പോരുന്ന സ്ത്രീകളെ അവർ കൈപിടിച്ച് കൊണ്ടുവന്ന് അവരുടെ കൂടെ നിർത്തി ഇന്ന് വലിയൊരു ടീം അവരുടെ കൂടെയുണ്ട്. ഇന്ന് അവർക്കും വരുമാനം, കൂടെയുള്ളവർക്കും വരുമാനം. ഞാനിത് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് ഇവിടെ കൈകൊണ്ട് തയ്ക്കേണ്ട പ്രോഡക്റ്റുകളൊന്നും പ്രൊഡക്ഷൻ നടത്തേണ്ട. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് വുമൺ എംപവർമെന്റ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് TCG അല്ലെ RCM എന്ന പ്രസ്ഥാനം നമുക്ക് തരുന്നുണ്ട്. നമ്മൾ ഇതുമായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട അല്ലെ. നമുക്ക് സ്ത്രീകൾക്കുള്ള പ്രോഡക്റ്റുകളും അല്ലാതെ എല്ലാം നമ്മുടെ കയ്യിൽ കമ്പനി നമ്മൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചു തരുന്നുണ്ട്. രാജസ്ഥാനിലെ ബിൽവാടെ നമുക്ക് നമ്മുടെ നാട്ടിൽ എത്തിച്ചു തരുന്നുണ്ട്. ഇതൊന്ന് നമ്മൾ മറ്റുള്ളവരിലേക്കിട്ടൊന്ന് എത്തിച്ചു കൊടുത്താൽ മതി. അതിപ്പോ ഈ പറഞ്ഞ പോലെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എക്സിബിഷൻ നടത്താം, സെയിൽ നടത്താം, എന്ത് വേണമെങ്കിലും. ഡ്രസ് മെറ്റീരിയൽസ് ഒക്കെ ഇപ്പം നമുക്ക് കേരളത്തിലെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതൊക്കെ ഇഷ്ടംപോലെ നമുക്ക് എത്തുന്നുണ്ട്. ഞാൻ ഇവരുടെ സ്റ്റോറി പറഞ്ഞത്, ഇവർ സ്വന്തം കൈകൊണ്ടാണ് ഇതെല്ലാം ചെയ്ത് എവിടെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് എക്സിബിഷനും ഫാഷൻ ഷോയൊക്കെ നടത്തി ഇത് സെയിൽ ചെയ്ത് ഈ ഒരു 2010 അവരത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം 24 ഇത്രയും വർഷം കൊണ്ട് അവർ അറിയപ്പെടുന്ന വ്യക്തിയായി മാറി. അപ്പൊ അവർക്ക് കിട്ടിയ ഈ 3, അതായത് ഇന്ത്യൻ സോഷ്യൽ വർക്കറാണ്, ഫാഷൻ ഡിസൈനറാണ്, അതായത് ട്രഡീഷണൽ ഹാൻഡിക്രാഫ്റ്റ് ആർട്ടിസ്റ്റും കൂടാണ്. ഇത്രയും കാര്യങ്ങളാണ് അവർ ഇതിൽ നിന്ന് നേടിയെടുത്തത്. അതിന്റെ കൂടെ സമാധാനവും സന്തോഷവും സ്വന്തമായിട്ടുള്ള ഒരു വരുമാനവും നേടാൻ അവരെ കൊണ്ട് സാധിച്ചു. നമ്മുടെ ഗ്രാമപ്രദേശം പോലല്ല നോർത്ത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശം. അത് അവിടെ പോയിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ലേഡിയൊക്കെ ഉയർന്നു വരണമെന്ന് പറഞ്ഞാൽ ഒരുപാട് 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 പ്രതിസന്ധികളെ നേരിട്ട് വേണം അവരെ കയറി വരാൻ. നമ്മൾക്ക് ഇവിടെ അതിന്റെ ഒന്നും ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഒരു അനുഭവം ഞാൻ ഷെയർ ചെയ്തു. ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ പറയും. സമയം അധികമായോന്ന് അറിയില്ല. 5 മിനിറ്റാണ് എനിക്ക് അഖില മേഡം തന്നിരുന്നത്. അപ്പൊ ഞാൻ ഈ ഒരു ലേഡിയുടെ സ്റ്റോറി പറഞ്ഞതിന്റെ കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അതേപോലെ മുഴുവനായിട്ട് പറയാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ടാണ് ചുരുക്കി പറഞ്ഞത്. അവരുടെ അനുഭവങ്ങൾ മുഴുവൻ ഇവിടെ പറയാൻ പറ്റില്ല. അവരുടെ ലൈഫ് സ്റ്റോറി മുഴുവൻ അവരന്ന് അവിടെ പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ ആലോചിക്കുക, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും RCBയിൽ നിന്നുകൊണ്ട്. അത് നിങ്ങൾ സ്വയം ആലോചിക്കുക, തീരുമാനമെടുക്കുക. ഞാൻ എന്ത് ചെയ്യും ഇന്ന് മുതൽ, അടുത്ത വർഷം മുതൽ ഇതേപോലെ പ്രോഗ്രാമുകൾക്ക് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാവണം. പിന്നെ എനിക്കൊരു സന്തോഷം ഉണ്ടായത്, കേരളത്തിൽ നിന്ന് എന്റെ ടീമിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊണ്ട് ഡൽഹിയിൽ ആ പ്രോഗ്രാമിൽ എനിക്ക് പോകാൻ സാധിച്ചത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ടീം സ്റ്റാർമലാഡ് എനിക്ക് പോകാൻ പറ്റി. എന്റെ എമറാൾഡ് ഉണ്ടായിരുന്നു. അതിന് താഴേക്ക് ഞങ്ങൾ 20 പേരോളം കോട്ടയത്തു നിന്ന് ഞങ്ങൾ പോയി, 20 പേരോളം പോയി. അത് എനിക്ക് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. മൂർസാറ് പറഞ്ഞ പോലെ ചരിത്രത്തിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു, എന്റെ ടീമിന് സാധിച്ചു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അവസരം ഒരുക്കുന്ന മൂർത്തി സാറിന് ഒരുപാട് നന്ദി പറയുന്നത്. കാരണം മൂർത്തി സാറ് വിളിച്ചു പറഞ്ഞത് പ്രകാരം അവിടെ ഞങ്ങൾക്ക് നല്ല ഒരു എന്താ പറയാ, ഭട്ട് സാറാണേലും കേരളത്തിൽ നിന്ന് വന്ന് പ്രിയങ്ക മേഡത്തിന്റെ അടുത്ത് ചെന്നപ്പോഴേ ഞാൻ വിചാരിച്ച എന്നെയൊന്നും അറിയില്ല. പക്ഷെ പ്രിയങ്ക മേഡം പറഞ്ഞു എനിക്ക് അറിയാം, എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഭട്ട് സാറിന്റെ വൈഫ് അതേ തന്നെ പറഞ്ഞു, എത്രയോ തവണ കണ്ടിട്ടുണ്ട്, അറിയാം, ആരാ എന്താന്നൊക്കെ അറിയാം, പരിചയപ്പെടുത്തണ്ടെന്നാണ് പറഞ്ഞത്. അത്രയും സന്തോഷം തോന്നി അവിടെ ചെന്നപ്പോൾ. നിനക്ക് നമ്മുടെ ലീഡേഴ്സ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. ജിയാസിയും ഗുഡാർസിയും താങ്ക് യു അഖില മേഡം. താങ്ക് യു ജെമിനി മാഡം. ശരിക്കും ജെമിനി മാഡം പറഞ്ഞ ആ ഒരു ലാസ്റ്റ് ആ ഒരു സെന്റൻസ് അല്ലെ, ശരിക്കും ഞാനിത് മാഡം പറയുമ്പോഴൊക്കെ ആ ഒരു ഡൽഹിയിൽ ഇരുന്ന് കളി നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. ശരിക്കും ആ കാഴ്ച ശരിക്കും കിട്ടി എന്നുള്ളതാണ്. ആ സ്റ്റേഡിയത്തിൽ ഇരുന്ന് കളി കാണുക എന്ന് പറയില്ലേ, ശരിക്കും അത് കാഴ്ചയിൽ വന്നു. അത്രയും നന്നായിട്ട് മാഡം അത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ശരിക്കും മാഡം പറഞ്ഞു ആ തയ്യൽ അല്ലെ, തയ്ച്ച് അവര് ആ ആളുകളെയും കൊണ്ട് അവര് ചെയ്തത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത കുറെ സ്ത്രീകളെയും കൊണ്ട് അവിടെ വന്നു എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ എന്താണ്, നമുക്ക് RCM നമുക്കെല്ലാം ഒരുക്കി തന്നിരിക്കുകയാണ് അല്ലെ. നമ്മുടെ 3ാമത്തെ ലക്ഷ്യമായിട്ട് സ്ത്രീ ശാക്തീകരണം, വുമൺ എംപവർമെന്റ്, അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും 100% നമുക്ക് റെഡിയാക്കി നമ്മുടെ കമ്പനി ഇങ്ങനെ വിളിക്കുകയാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ട്. ശരിക്കും ഇത് നമ്മുടെ കിരൺ ബേദി മാഡം പറഞ്ഞ പോലെ വീട് വീടാന്തരം കയറി ഇറങ്ങി ഓരോ വീട്ടമ്മമാരിലും നമ്മൾ ഇതിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എത്തിക്കുക. അവരിലെ സാമ്പത്തിക സ്വാതന്ത്ര്യവും ആരോഗ്യവും എന്തൊക്കെ ശരിക്കും പറഞ്ഞ ഒരു പൂർണ്ണ വ്യക്തിയായിട്ട് അവരെ കംപ്ലീറ്റ് മാറ്റാൻ പറ്റിയ വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് നമ്മുടെ RCM പ്രസ്ഥാനം എന്നുള്ളത്. ശരിക്കും ജെമി മാഡത്തിന്റെ വാക്കുകളിലൂടെ ഭയങ്കര സന്തോഷം തോന്നുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ. ഇനി ഒട്ടും സമയം കളയാതെ ഞാൻ അടുത്ത ലീഡറെ കൂടെ വിളിക്കുകയാണ്, നമ്മുടെ സ്റ്റാർ പേൾ സജിത മാഡം ഫ്രം തൃശ്ശൂർ. സജിത മാഡം. നമസ്കാരം. എന്റെ പേര് സജിത, വടക്കാഞ്ചേരി സ്വദേശിയാണ്, സ്റ്റാർ പേളാണ്. RCMയിലെ ഒരുപാട് യാത്രകളും ഒരുപാട് കാര്യങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്, അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ അങ്ങനെ മാർച്ച് 8-ാം തീയതി നമുക്കിങ്ങനെ ലോക വനിതാ ദിനാണെന്ന് പറയുമ്പോൾ പോലും അതിനത്ര വലിയൊരു പ്രസക്തിയൊന്നും എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേ വരയ്ക്ക് കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ ഞാൻ അതിനെ ഇതുവരെയും ആ ഒരു ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് അങ്ങനെയുള്ള ഒരു വേദിയും കിട്ടിയിട്ടില്ല,
അത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു വനിതാ ദിനം എന്നുള്ളത് ഒരു സ്റ്റിക്കറിൽ കാണുന്ന ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രോഗ്രാമിന് പോവാൻ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തലേ ദിവസം വീണ് കൈ നല്ല നീര് വന്നിട്ടാണ് ഞാൻ ആ ഒരു പ്രോഗ്രാമിന്, ആ സമയത്ത് പോലും പ്രോഗ്രാമിന് പോകാൻ പറ്റില്ല എന്ന് വിചാരിച്ചതാണ്. ആ പ്രോഗ്രാമിന് ഞാൻ പോയത്. എന്റെ കൂടെ ഉണ്ടായിരുന്ന ലീഡേഴ്സ് ആണ് എനിക്ക് അതിനുള്ള എല്ലാ സഹായം ചെയ്തു. അവിടെ എത്തുമ്പോഴേക്കും എന്റെ കൈയിന്റെ വേദനയും നീരൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടി. ഇവിടുന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമായത് മൂർത്തി സാറിന്റെ ചില വാക്കുകളാണ്. ആ ഒരു വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് RACയിലൊക്കെയാണ് ടിക്കറ്റ് കിട്ടിയെങ്കിലും ലാസ്റ്റ് സമയത്ത് അതൊക്കെ ഓക്കെ ആയി വന്നു. രമ്യ മേഡൊക്കെയാണ് അതിന് നന്നായി ഹെൽപ്പ് ചെയ്തത്. എന്തായാലും എന്റെ ടീമിൽ നിന്നും എനിക്ക് അത്യാവശ്യം കുറച്ച് പേരെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അതിലുപരി എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയത് ഞാന് ഒരു സ്ത്രീയാണ്, അല്ലെങ്കിൽ 3 പെൺകുട്ടികളുടെ അമ്മയാണെന്നുള്ള രീതിയിൽ ഒതുങ്ങി കഴിയാനാണ് പലപ്പോഴും RCMൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഈ ഒരു പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ വിട്ടത് എന്റെ ഹസ്ബൻഡ് ചന്ദ്ര സാറാണ്. അദ്ദേഹത്തിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത മകളും മകളുടെ 2 കൊച്ചുങ്ങളും വീട്ടിലുണ്ട്. അതിൽ പിന്നെ രണ്ടാമത്തെ മകള് 8 മാസം ഗർഭിണിയാണ്. അപ്പോ ഒരുപാട് അമ്മമാരെ എന്നുള്ള രീതിയിൽ നമുക്ക് പോവാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള സമയത്ത് എനിക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തന്നത് അദ്ദേഹമാണ്. അതിലുപരി ഡോക്ടർ രാജൻ സാറിന്റെ കുറച്ച് നിർദ്ദേശങ്ങളും. എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെയും തനിയെ യാത്ര ചെയ്തിട്ടില്ല. കുറെ നമ്മുടെ പുരുഷ കേസരികളുടെ കൂടെയാണ് രാജസ്ഥാനിലായാലും പുറത്തെവിടെയാണെങ്കിലും RCMന്റെ ഏതൊരു യാത്രയും അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾ 14ഓളം സ്ത്രീകള് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഡൽഹിയിൽ പോയി. ഭാഷയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എന്നെയൊക്കെ സംബന്ധിച്ച്. പക്ഷെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. യാത്രയ്ക്ക് ഒന്നും ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ ഇരുന്ന് പുലർച്ചെ ഒരു 5 മണിയോടുകൂടി, ഞാൻ അപ്പോഴും എന്റെ മനസ്സിൽ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. പുലർച്ചെ ഒരു 5 മണിയായി. ഇപ്പോ റെയിൽവേ സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങള്, അതും സ്ത്രീകൾ മാത്രം. സ്ത്രീകള് മൊത്തത്തിൽ വന്ന് നിറയുന്ന ഒരു കാഴ്ചയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ വരെ കണ്ടത്. അതിനുശേഷം പ്രോഗ്രാം ഹാളിൽ പോയി. അവിടെയും നമുക്ക് വളരെ, ഇപ്പോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഒരു സ്ത്രീ ശാക്തീകരണം എന്ന രീതിയിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് വന്നിട്ട് ഇത്രയും ലേഡീസിന് ഒത്തൊരുമിച്ച് കാണുന്നത്. പുരുഷന്മാരൊക്കെ പുറത്തെ VIP മാത്രമാണ് പുരുഷന്മാരകത്തുള്ളൂ. ഉള്ളിലെ സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ എത്രയോ സ്ത്രീകളുണ്ട്. അത്രയും സ്ത്രീകള് പുറത്ത്. നല്ലൊരു സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേശഭക്തിയും വളർത്തുന്ന രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു പ്രോഗ്രാം. സ്മൃതി ഇറാനി മേഡം ഒരു വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. ആ മേഡത്തിന് പോലും അത്രയും സ്ത്രീകളെ മാത്രം അവിടെ കണ്ടപ്പോ ആ മേഡം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മേഡത്തിന്റെ ഓരോ വാക്കുകളും ഇപ്പൊ അവിടെ പറഞ്ഞ മാതിരി തന്നെ നമുക്ക് ഒരുപാട് സാധ്യതകളെ വിളിച്ചോതി തരുന്ന ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു. എന്തായാലും എന്റെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉണ്ടാവും. ഞാനൊരു സ്ത്രീയാണ്. എത്ര സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞാലും ഞാനൊരു സ്ത്രീയാണ്. എനിക്കൊന്നും ചെയ്യണമെങ്കിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം എന്ന് തോന്നുന്നിടത്ത് പല കാര്യങ്ങളും എനിക്ക് തന്നെ സ്വയം ചെയ്യാനുള്ള ഒരു ഉൾപ്രേരണ ഈ ഒരു പ്രോഗ്രാമിലൂടെ ഉണ്ടായി. RCMല് ഒരുപാട് അച്ചീവ്മെന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇന്ന് ആ ഡൽഹി പ്രോഗ്രാമിന് പോയതിന് കിട്ടിയ ഞങ്ങളുടെ സ്റ്റേറ്റ് ലീഡർ ഡോക്ടർ രാജൻ സാർ തന്ന ഈ ഒരു സമ്മാനം തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നിധിയായിട്ട് ഞാൻ സൂക്ഷിക്കുന്നു. അതേമാതിരി തന്നെ എന്റെ കൂടെ വന്ന എന്റെ ലീഡേഴ്സും കുറച്ച് ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. അവര് ചെയ്യുന്ന തൊഴിൽ വിട്ട് പൂർണ്ണമായും RCMലേക്ക് ഇറങ്ങുകയാണെന്നുള്ള ഒരു പ്രതിജ്ഞയാണ് അവരെല്ലാവരും ഇതിന് ശേഷം എടുത്തത്. എന്തായാലും ഈ ഒരു പ്രോഗ്രാം അടുത്തൊരു വർഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാവുമ്പോൾ ഞാൻ പറയുന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഒരു യാത്രയല്ല വേണ്ടത്, ഒരു ട്രെയിൻ ഫുള്ളായി പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ കിട്ടിയാലും ഈ ഒരു നേട്ടത്തിന്റെ അടുത്തെത്താൻ സാധിക്കില്ല. അത് അവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. നമുക്ക് അവിടെ ഒരുക്കിയിരിക്കുന്ന യാത്രാ സൗകര്യങ്ങളായാലും എന്തായാലും. അപ്പൊ എല്ലാവർക്കും ഇതേമാതിരിയുള്ള യാത്രകൾ ഒഴിവാക്കാണ്ട് എല്ലാവരും ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വിജയത്തിലെത്താൻ പറ്റും. ബാക്കി എല്ലാ ലീഡേഴ്സിനും കിട്ടിയ അനുഭവങ്ങള് അവരും ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാം ഞങ്ങൾ മാത്രം പറഞ്ഞാൽ മറ്റുള്ളവർക്കൊന്നും പറയാനുണ്ടാവില്ല. പറയാൻ വാക്കുകൾ ഇഷ്ടം പോലെയാണ്. എന്തായാലും എനിക്ക് ഈ സമയം തന്ന അഖില മേഡത്തിനും മൂർത്തി സാറിനും ഒരുപാട് നന്ദി. അതിലുപരി എന്റെ ലീഡറിനും ഡോക്ടർ രാജ സാറിനും നന്ദി പറയുന്നു. JRC.
താങ്ക് യു സജിത മാഡം. അല്ലെ, സജിത മാഡം പറഞ്ഞു കൂടെയുള്ള ആളുകൾ അല്ലെ ഫുൾ ടൈം RCMലേക്ക് അവിടെ പോയവരുടെ കഥയെ പറയണത്, ഫുൾ ടൈം RCMലേക്ക് ഇറങ്ങി വരാനായിട്ട് അല്ലെ അവർ തീരുമാനം എടുത്തു എന്നുള്ളതാണ്. ശരിക്കും എനിക്കും വന്നിട്ടുള്ള കോളുകൾ അങ്ങനെ തന്നെയായിരുന്നു. മാഡം ഈ ഒരു പ്രോഗ്രാം ഞങ്ങളുടെ കണ്ണ് തുറപ്പിച്ചു. ശരിക്കും ഒരു ടെക്നിക്കൽ ലീഡർ ആവണം എന്നുള്ള തീരുമാനം എടുത്ത ലേഡീസ് ആണ് അധികം പേരും. ഭയങ്കര സന്തോഷം തോന്നി സജിത മാഡത്തിന്റെ വാക്കുകളും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ. അടുത്തായിട്ട് നമ്മുടെ പേൾ അച്ചീവർ ആയിട്ടുള്ള രമ്യ മാഡത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രമ്യ മാം, യു ആർ വെൽക്കം. താങ്ക് യു മാഡം. എല്ലാവർക്കും നമസ്കാരം. JRCയും ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെ നോ പറഞ്ഞ് ശീലം ഇല്ലാത്തത് കൊണ്ട് മൂർത്തി സാറ് പോണില്ലേന്ന് ചോദിച്ചപ്പോ യെസ് ഞാൻ പോകും എന്ന് പറഞ്ഞു. വരും വരായകളെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. കാരണം 2 കുട്ടികളും ഇച്ചിരി കുസൃതിയുള്ള കുറുമ്പന്മാരാണ്. 2 പേരെ വീട്ടിലാക്കിയിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ജുറാസിക് പാർക്കില് അമ്മേനെ ആക്കിയിട്ട് പോവാന്നുള്ളത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ചിന്തിച്ചൊന്നുമില്ല. പക്ഷെ ഈ ഒരു അവസരത്തില് ആദ്യം ഇങ്ങനൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു തന്ന എന്റെ ലീഡർമാർക്ക്, എസ്പെഷ്യലി മൂർത്തി സാറിനും അഖില മാഡത്തിനും സുജിത് സാറിനും എല്ലാ പിന്തുണയും തന്ന് ടെക്നിക്കൽ അച്ചീവേഴ്സിന്റെ മീറ്റിംഗിൽ പോവാൻ വേണ്ടിയിട്ട് പോണില്ലേ എന്നുള്ള ആ ഒരു ചോദ്യത്തിന് നോ എന്ന് പറയാൻ തോന്നിയില്ല. അന്നെടുത്ത തീരുമാനമാണ് പോകും എന്നുള്ളത്. എന്റെ ലീഡേഴ്സിന് ഞാൻ ആദ്യമായി തന്നെ നന്ദി പറയാണ്. പിന്നെ എന്റെ ഹസ്ബൻഡ് രതീഷ് സാറ്, അതുപോലെ അമ്മ, ഇവിടുത്തെ ചേട്ടൻ്റെ അമ്മയാണെങ്കിലും വീട്ടിലെ അമ്മയാണെങ്കിലും 2 സ്ഥലത്തായിട്ടാണ് 2 മക്കളെ നിർത്തിയിരുന്നത്. രണ്ടുപേരും എന്താ പറയാ ഹാപ്പിയാണ് കുട്ടികള്. ഒരു കുഴപ്പമില്ലാതെ 5 ദിവസം ഞാൻ പോയി വന്നത് അറിഞ്ഞുകൂടിയില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം, ഒരു ഇത് തന്നു. എവിടെ പോയാലും തിരിച്ചു വരും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ, അത് കുടുംബത്തിൽ നിന്ന് കിട്ടുമ്പോ അതിനൊന്നും പറയാനായിട്ടില്ല. ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവർക്കും നന്ദി പറയാണ്. അതുപോലെ കൂടെ വരാനായിട്ട് എന്റെ പ്രിയപ്പെട്ട ലീഡേഴ്സ് ജിഷാമയോടൊക്കെ തൃശ്ശൂരിൽ നിന്ന് കയറുമ്പോ വളരെ എന്താ പറയാ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഉണ്ടായിരുന്നത്. ഞാൻ ചോദിച്ചപ്പോ തന്നെ എന്റെ കൂടെ വരാനായിട്ട് തയ്യാറായിട്ടുള്ള അനിത മാഡം, സ്മിനില മാഡം, വിജയ മാഡം ഇത്തിരി ലേറ്റ് ആയിട്ടാണ് വരാനായിട്ട് വേണോ വേണ്ടിയെന്നൊരു തീരുമാനം, പിന്നെ കുറച്ച് തീരുമാനം എടുത്ത് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ RAC ആയിരുന്നു കിട്ടിയിരുന്നത്. പക്ഷെ എന്തായാലും പോവാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത് കൊണ്ട് പോയി. ട്രെയിൻ യാത്ര ഇവിടെ നിന്ന് അവിടം വരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നിറങ്ങിയത് നിസാമുദ്ദീനില്. ഹിന്ദി 3 പേർക്ക്, അതായത് സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തോടാ വരുള്ളൂ, കുറച്ച് വരുള്ളൂ. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ വണ്ടിയുടെ എന്താ പറയാ വണ്ടി വിളിക്കാനായിട്ടും എല്ലാ കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു. സാധാരണ എല്ലാവരും ചെയ്ത് കഴിയുമ്പോ പ്ലേറ്റിൽ കൊണ്ടുവന്ന് വെച്ചിരുമ്പോ കഴിക്കില്ലേ, ആ ഒരു പരിപാടിയാണ് നേരത്തെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് മുൻകൈ എടുത്ത് ഇറങ്ങാനായിട്ട് പറ്റി. ആ ഒരു ധൈര്യം കിട്ടി. സത്യത്തില് എവിടെ പോയി വരാനും, ഡൽഹി വരെ പോയി വന്നല്ലോ ആരും ഇല്ലാതെ. അത് മാത്രമല്ല എല്ലാവരെയും കൂട്ടിയിട്ട് 1-2 സ്ഥലങ്ങൾ വരെ പോയി കാണാനായിട്ടും സാധിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതാണ്. ഓഡിറ്റോറിയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോ വലിയൊരു വൈബായിരുന്നു. ഞങ്ങൾ തന്നെ ആദ്യം ചെന്ന് സീറ്റ് പിടിച്ചു അതിന്റെ അകത്ത്. അത് എന്താ പറയാ, അതൊരു നമ്മളുടെ ഇടം, അതായത് നമ്മൾ സ്ഥിരമായിട്ട് പ്രോഗ്രാം നടത്തുന്ന ഒരു സ്ഥലത്ത് ഓടിച്ചെന്ന് മുൻ സീറ്റിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ഭാഗ്യമാണ്. മറ്റുള്ള ആളുകൾ കയറുന്നതിന് മുന്നേ തന്നെ പോയിരുന്നു കേൾക്കാൻ വേണ്ടിയിട്ട്. ഓരോ അച്ചീവ്മെന്റ് വരുമ്പോഴും ഇതിലെത്ര RCMക്കാരുണ്ട് എന്ന് നോക്കിയിരുന്നു. എൻജോയ് ചെയ്തു. ആരും നോക്കിയില്ല, പുറകിലും മുഴുവൻ നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷെ കേരളം എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരും കേരളത്തിൽ നിന്ന് വന്നതാണോ എന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് ചോദിച്ച ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം അത്രയും എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. തിരിഞ്ഞു നോക്കിയില്ല, കാരണം അത്രയും അധികം മനസ്സ് നിറഞ്ഞു. ഇത്രയും വനിതകളുടെ ഇടയിൽ ഇരുന്ന് നമ്മൾക്കും സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എന്ന രീതിയിലാണ് സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും പോയത്. എന്റെ കൂടെ വന്ന ജെമിനി മാഡം ആയാലും ജിഷ മാഡം ആയാലും കൂടെ കൂട്ടിയ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. കാരണം ആ ഒരു പ്രോഗ്രാമിലേക്ക് ഒരു എൻട്രി കിട്ടി അവിടെ കയറി ഇരിക്കാൻ പറ്റി എന്നുള്ളത് ശരിക്കും അഭിമാനമുള്ള ഒരു കാര്യം. TC സാറിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് ഒന്ന് കൈയടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ എന്റെ അടുത്തിരുന്ന ആളുകൾ, അനിത മാഡം ആണ് എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നത്. കണ്ടു കാണും, ഞാനിരുന്ന് കരയാണ് ചെയ്തത്. കണ്ണീന്ന് എന്തുകൊണ്ടാണ് കണ്ണുനീര് വന്നതെന്ന് കരുതിയ TC സാർ എന്ന് പറഞ്ഞിട്ടൊരു വികാരം ഇവിടെ ഇന്നിപ്പോ എന്നെ കൂടാതെ 433 പേരുണ്ട്. അറിയാം TC സാറിനെ കുറിച്ച് പറയുമ്പോ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന ആളുകളാ. മൂർത്തി സാർ ഒരു മെസ്സേജ് ഗ്രൂപ്പിൽ അയച്ചിരുന്നു, ഈ മാസം ഗവൺമെന്റ് ജോലിക്കാർക്ക് പോലും വളരെ വൈകിട്ടാണ് സാലറി അക്കൗണ്ടിൽ വന്നത്. പക്ഷെ 6-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ 23 വർഷമായിട്ടും 1 രൂപ പോലും എന്താ പറയാ ഒരു ദിവസം പോലും വൈകാതെ നമ്മളുടെ അക്കൗണ്ടിലേക്ക് കൃത്യമായിട്ട്
കണക്ക് സഹിതം അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തരുന്ന ഒരു വ്യക്തി. ശരിക്കും എന്താ പറയാ, അദ്ദേഹത്തിനെ കുറിച്ച് വർണ്ണിക്കാനായിട്ട് വാക്കുകളില്ല. ആ ഒരു റെസ്പെക്ട് ഹോൾ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കൊടുത്തു എന്നുള്ളതിലും വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ പോയി ഇരിക്കാനായിട്ട് സാധിച്ചതിൽ ഞാൻ ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും നന്ദി പറയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും. ഒറ്റ ഫാമിലി ആയിട്ട് ആ ഒരു 5 ദിവസം ഞങ്ങള് ഒരേ മനസ്സായിട്ടാണ് പോയി വന്നത്. അതുകൊണ്ട് ഈശ്വരന്റെ പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഒരാൾക്ക് വയറിനൊരു കംപ്ലൈന്റോ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഈവൻ വാട്ടർ അതോറിറ്റിന്ന് ഒരു ഓവർസിയർ കൂടെ ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. ആൾക്ക് ലീവ് എടുക്കേണ്ട പോലും അവസ്ഥ വന്നില്ല. ലീവ് എടുത്താലും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ആള് കൂടെ പോന്നു. വന്നതിൽ എല്ലാവരും ഹാപ്പി. കാരണം ഇതൊരു ചരിത്ര നിമിഷമായിരുന്നു. ആ നിമിഷത്തില് പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, എത്ര വർഷമായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു സന്ദർഭമാണ് വന്നത്. വർഷങ്ങളായിട്ട് RCMന്റെ ചരിത്രത്തില് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ ചരിത്രത്തില് ഗവൺമെന്റ് ഇതിനെ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അഭിമാനിക്കാം. ഞങ്ങൾ അതിന്റെ ഭാഗവത്തായതിൽ ഒത്തിരി നന്ദി, ഒത്തിരി സന്തോഷം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന നമ്മളുടെ ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഡൽഹിയിൽ നടന്നത്. അപ്പൊ അതിലൊരു ഭാഗമാവാൻ സാധിച്ചത്, സ്മൃതി ഇറാനി മാഡത്തിനെ കാണാൻ സാധിച്ചത്, മാഡം നമ്മൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വരെ, അതായത് 40% സീറ്റുകൾ റിസർവ് ചെയ്ത് തരണം എന്ന് വരെ അവസാനം അവിടുത്തെ അധികാരികൾ പറഞ്ഞിട്ടുണ്ട് എന്നാണെങ്കിൽ നമ്മളുടെ പവർ അത്രയുമാണ്. ഇനി ആരും പുറകോട്ട് പോകരുത്. അടുത്ത വർഷം ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ഉണ്ട് എന്നാണെങ്കിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുക. ശിവരാത്രി ഉണ്ടായിരുന്നില്ല ആർക്കും, അവിടെ ഒരു ഇതും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കുഞ്ഞുങ്ങളെ നോക്കിയില്ല, കുടുംബവും നോക്കിയില്ല, ആരെയും നോക്കിയില്ല, എല്ലാവരും എത്തി. അപ്പൊ വിജയിക്കാനായിട്ട് തയ്യാറെടുത്ത ആളുകളാണ്. ഇനി കോടിപതികളായിട്ടായിരിക്കും നമ്മൾ അവിടെ ഇരിക്കാന്നാ പറഞ്ഞത്. അപ്പൊ എല്ലാ കോടിപതികൾക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസകൾ നേരാണ്. എനിക്കൊരവസരം തന്ന അഖില മാഡത്തിന് പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. JRCM. താങ്ക് യു രമ്യ മാഡം. അല്ലെ, രമ്യ മാഡം പറഞ്ഞു കേട്ടില്ലേ, ശരിക്കും പറഞ്ഞ സാക്രിഫൈസ് അത് തന്നെയാണ്. കണ്ണൂർ 2 കുട്ടികൾ, ചെറിയ കുട്ടികൾ അല്ലെ, അവരെ വീട്ടിലാക്കിയിട്ടാണ് ഡൽഹിക്ക് പോയത്. ശരിക്കും പറഞ്ഞ പുരുഷന്മാരില്ലാതെ ആദ്യമായിട്ട് നമ്മുടെ വനിതാരത്നങ്ങൾ യാത്ര ചെയ്ത ഒരു ഇതും കൂടിയാണ്. അവർക്ക് കോൺഫിഡൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടി എന്നുള്ളതാണ്. അല്ലെ, നമ്മൾ ഓർക്ക് നമ്മുടെ കൂടെ ലീഡേഴ്സ് ഉണ്ടാവണം, അപ്പോഴാണ് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുക. ഡൽഹി വരെ പോണ്ടേ, എങ്ങനെ പോകും? പക്ഷെ അവിടെയൊക്കെ കറക്റ്റ് ഉത്തരം കൊടുക്കാനായിട്ട് രമ്യ മാഡത്തിന് അത് സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ അവരത് വിജയിച്ചു കാണിച്ചു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം തോന്നി. അടുത്തതായിട്ട് നമ്മുടെ ജോളി മാഡം, കോട്ടയത്ത് നിന്നും അടുത്ത ടെക്നിക്കൽ ലീഡർ ആയിട്ടുള്ള ജോളി മാഡത്തിനെ ക്ഷണിക്കുന്നു. ജോളി മാഡം, യു ആർ വെൽക്കം. താങ്ക് യു മാം. JRCM 2 ദിവസമായിട്ട് സൗണ്ട് കുറവാണ്. അതുപോലെ തന്നെ വയറിനും ഇങ്ങോട്ടുള്ള യാത്രയിലുള്ള ഫുഡിന്റെ കാര്യത്തിൽ ചില മിസ്റ്റേക്ക് ഒക്കെ വന്നെന്ന് തോന്നുന്നു. ഏതായാലും വയറൊക്കെ ശരിയായിട്ട് ഒന്ന് പിന്നെ അയഞ്ഞു പോയി, എല്ലാം ശരിയായി. ഇന്ന് ഉച്ചകൊണ്ട് ഇന്നലെ വൈകൊണ്ട് എല്ലാം റെഡിയായി. പക്ഷെ സൗണ്ട് ശരിക്കും അങ്ങോട്ട് കിട്ടിയില്ല. പിന്നെ നമ്മുടെ യാത്രയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഞാനിതിന് പോകണമെന്നൊന്നും തീരുമാനിച്ചിരുന്ന ഒരു വ്യക്തിയല്ല. അപ്പോ മൂർത്തി സാറിന്റെ നിരന്തരമായിട്ടുള്ള 200 പേർ കേരളത്തിൽ നിന്ന് പങ്കെടുക്കണം, 200 പേരുണ്ട്. അപ്പോൾ നമ്മുടെ ബാബു സാറ്, ജമിനി മാമൊക്കെ ചോദിക്കുന്നു ആരൊക്കെ പോകുന്നുണ്ടെന്നൊക്കെ. എന്നെ പേഴ്സണലി വിളിച്ചാണേലും എന്നെ ചോദിച്ചു, ഇല്ലാന്ന് കൈമലത്തി. പക്ഷേ നമ്മുടെ പ്രഭാഷണത്തിൽ നമ്മുടെ രാഖി മാമിന്റെ ഒരു പരിപാടി വെച്ചു. ഈ പരിപാടി വെച്ചപ്പോൾ കക്ഷി ശരിക്കും ഇന്ന് ആ പരിപാടിയുടെ ഒരു എന്താ പറയാ സാധ്യതയും കാര്യങ്ങളും ഒക്കെ കൂടെ കൂട്ടിച്ചേർത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് തീരുമാനിച്ചു, പോയാൽ എന്താ കാര്യം. മറ്റൊന്നുമല്ല, ഞാൻ സംസ്ഥാന മന്ത്രിമാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അതും പോരാഞ്ഞ സാമൂഹ്യക്ഷേമ ശിശു വകുപ്പ്, അതിന്റെ ഉദ്യോഗസ്ഥര്, അതിന്റെ മേധാവികള്, ഇവരൊക്കെ പങ്കെടുത്തുകൊണ്ട് ഡയറക്റ്റ് സെല്ലിംഗ് ലേഡീസ് മെമ്പേഴ്സിനെ ആദരിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് സെല്ലിംഗ് പിന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന, അല്ലെ അതിന്റെ എല്ലാ കല്ലും നെല്ലും തിരിഞ്ഞ് നമ്മുടെ കൈകളിലേക്ക് വെച്ച് നീട്ടുന്ന ഈ സംഭവത്തില് എന്തുകൊണ്ട് പോയിക്കൂടാ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. എൻ്റെ ടീമിലുള്ള എൻ്റെ പിന്നെ അസോസിയേറ്റ് ബയേഴ്സിനെ ഓരോരുത്തരായിട്ട് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മാം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്, മാം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്, മാഡം ഉണ്ടെങ്കിൽ ഞാനും ഉണ്ട്. അപ്പൊ എൻ്റെ ടീമിൽ നിന്ന് തന്നെ
ഒരു പുരുഷനുൾപ്പെടെ 9 പേരെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് പറ്റി. അത് ഏറ്റവും വലിയ ഒരു വിജയമായിട്ട് ഞാൻ കരുതുകയാണ് ആ യാത്ര. ഞങ്ങൾക്കൊരു ഒരു മെയിൽ ഒരു പുരുഷനുണ്ടായിരുന്നു, സുനിൽ കുമാർ, എന്തിനും എവിടെയും. അദ്ദേഹത്തിനാണേലും മുൻപന്തിയിൽ തന്നെ സ്ഥാനമാക്കി കൊടുത്തു എന്നുള്ളതാണ്. അവിടെ ജമിനി മാം അവരുമായിട്ട് തർക്കിക്കുമ്പോൾ ഒരു തമാശ അദ്ദേഹം പറഞ്ഞത്, എന്നെ കണ്ടാലേ ആൾക്കാർ പേടിച്ചു പോകും, അപ്പൊ എന്റെ കണ്ണിന്റെ മുഖത്തിന്റെ ഭാവം വീതിയും ഒന്നും ആരും അറിയണ്ടെന്നോർത്ത് ഞാൻ എൻ്റെ പോക്കറ്റിൽ കിടന്ന കൂളിംഗ് ഗ്ലാസ് എടുത്ത് അങ്ങ് മുഖത്ത് വെച്ചു എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ടുള്ള ഷൈൻ ചെയ്തുള്ള ഫോട്ടോയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തൊരു ധന്യമായ ഒരു മുഹൂർത്തമായിരുന്നു അത്. പിന്നീട് പറയാനുള്ളത്, ഇതുപോലെ വലിയൊരു സ്റ്റേഡിയത്തിൽ ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ പകൽക്കാലത്ത് ഇതുപോലെയുള്ള പരിപാടി, മറ്റൊരിടത്തും കിട്ടാത്ത ഒരു സമ്മേളനം. നമ്മൾ ശിശുദിനം ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ മദേഴ്സ് ഡേ ആഘോഷിക്കുന്നു, അങ്ങനെ ഒരുപാട് ഡേ നമ്മൾ ഓരോരുത്തരും ഈ നമ്മുടെ മൊബൈലിലൊക്കെ വന്നു പോകുന്നു, കാണുന്നു. അതിന് മുമ്പേ മാം പറഞ്ഞതുപോലെ നമ്മൾ അതിനൊരു പ്രസക്തി കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പൊ ഈ ഡയറക്റ്റ് സെല്ലിംഗ് മെമ്പേഴ്സ് ആയിട്ടുള്ള വുമൻസ് ഡേ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളുടെ TCG, രമ്യമ്മ പറഞ്ഞതുപോലെ TCGയെ വിളിക്കുമ്പോൾ ആരവം കൊണ്ടും കൂവലുകൊണ്ടും ആ 10-20,000 പേര് ഉൾക്കൊള്ളുന്ന ആ സ്റ്റേഡിയം മുഴുവനും എന്താ പറയുക, ഞങ്ങളുടെയൊക്കെ എന്താ ഈ രോമം എഴിച്ചു നിൽക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ രോമമൊക്കെ പൊങ്ങിട്ട് എന്താ പറയുക, ആനന്ദാശ്രുക്കൾ കണ്ണിൽ നിന്ന് വന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഇത്രയും നമ്മളെ പോറ്റുന്ന ജനങ്ങളെ, ഇത്രയും ജനങ്ങളെ പോറ്റുന്ന ആ ഒരു ഫാമിലിയെ, അല്ലെങ്കിൽ ആ ഒരു ഇതിന്റെ സ്ഥാപകനെ കണ്ടപ്പോൾ ജനം ആരവം കൊണ്ട് മതിമറന്നു എന്നുള്ളതാണ്. അതിലൊരു സംശയവുമില്ല. അദ്ദേഹത്തെ നമ്മൾ എത്ര പുകഴ്ത്തിയാലും നമുക്ക് മതിയാവുകയില്ല. ബാംഗ്ലൂര് ആദ്യമായിട്ട് ഇദ്ദേഹത്തിന്റെ പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുക്കുന്നു, 16ാമത്തെ അല്ല 17ാമത്തെ ആനിവേഴ്സറി. അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് ഞാൻ വന്നിച്ചതാണ്. കാരണം അന്ന് ആദ്യമായിട്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് ഒരു 7,500 രൂപ വന്ന മാസമായിരുന്നു. വേറെ ഒരു മേഖലയിൽ നിന്ന് എനിക്ക് കിട്ടാൻ ഒരു വഴിയില്ല. അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് വന്നിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന്, അന്ന് താലപ്പൊലിയും മുത്തുക്കുടയും വലിയ രഥത്തിലൊക്കെയാണ് ബാംഗ്ലൂരെ ആ പരിപാടി നടന്നത്. ഭയങ്കര പരിപാടിയായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ട് വന്നിച്ചു. അതിപ്പോഴും അതുപോലെ തന്നെ ആ വന്ദനം നിലകൊള്ളുകയാണ്. അപ്പം പിന്നീട് ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം, ഞങ്ങൾ ബാത്റൂമിൽ പോകുന്ന സമയത്ത് അവിടെ ഈ കിഴക്കൻ മേഖലയിൽ കൊളുന്തെടുക്കാൻ വരുന്ന പെണ്ണുങ്ങളെ പോലെ കുറച്ച് ആൾക്കാർ അവിടെ, അവര് RCMന്റെ സാരിയാണ് ചുറ്റിയിരിക്കുന്നത്. ഞങ്ങളൊക്കെ വലിയ പവർഫുൾ ആയിട്ടുള്ള ലേഡീസ് ഇങ്ങനെ നടക്കുമ്പോൾ ഈ കൊളുന്തെടുക്കുന്ന തരത്തിലുള്ള പെണ്ണുങ്ങളെയൊക്കെ അവിടെ സ്ത്രീകളെ കണ്ടപ്പോൾ, നിങ്ങളൊക്കെ ഏത് ലെവലില്? അപ്പോ അവര് പറയുന്നു, ഞാൻ റോയൽറ്റി ഗോൾഡ്. അപ്പൊ ഹിന്ദി അറിയാവുന്നവരുണ്ട് നമ്മുടെ കൂടെ, ഷാജിമോളും അവരും ഒക്കെ ഉണ്ട്. അവര് ചോദിച്ചു, ഞാൻ റോയൽറ്റി ഗോൾഡ്, മറ്റേയാള് സ്റ്റാർ, വേറൊരാള് സ്റ്റാർ പ്ലാറ്റിനം എന്ന് വേണ്ട. അവര് കാണുമ്പോൾ നമ്മളേതാണ്ട് വലിയ പദവിയിൽ ഇരിക്കുന്നവരാണ് എന്ന് വെച്ചാൽ നമ്മൾ വെറും റണ്ണറും സ്റ്റാർട്ടറും അല്ലെങ്കിൽ ഓപ്പണറും ഒക്കെ ആയിരിക്കുന്ന വ്യക്തികളാണ് അവിടെ നമ്മൾ. അപ്പോ നമ്മളുടെ ആ ഒരു അവസരം എവിടെയാണ്? ഇങ്ങനെയുള്ള ആൾക്കാർ അന്തിപ്പട്ടിണിക്കാരെന്ന് വേണം ഇവരെയൊക്കെ പറയാൻ പാടില്ല ഇന്ത്യയില്. നമുക്ക് അതിൻ്റെ ഒന്നും ഈശ്വരൻ സഹായിച്ച്, ദൈവം സഹായിച്ച് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇഷ്ടം പോലെ വാരിക്കൊരു തരാൻ കേരളത്തിൽ എല്ലാ സൗകര്യങ്ങളും, വീടുകള്, കുടുംബങ്ങള്, കോളനികള് എന്ന് വേണ്ട എത്ര 3.5 കോടി ജനങ്ങള് വാഴുന്ന ഈ കേരളത്തില് വടക്കേ ഇന്ത്യയിലോട്ട് പോയാൽ ജനങ്ങളൊന്നുമില്ല. ഗ്രാമങ്ങളിൽ 10, 30, 50 കുടുംബങ്ങളാണ് ഒരു വില്ലേജ് എന്ന് പറയുന്നതും ഒരു വാർഡ് എന്ന് പറയുന്നതും ഒക്കെ. നമ്മുടെ ഇവിടെ ഒരു വാർഡിൽ 5000-ന് മേളിലാണ് ജനസംഖ്യ, 400-ന് മേളിലാണ് കുടുംബങ്ങള്. നമുക്ക് എന്തേ ഇവിടെ മുന്നോട്ട് വരാൻ പറ്റാത്തത്? എല്ലാവരും അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് വലിയ വലിയ പദവികളിലേറാൻ പറ്റുമെന്നുള്ളതില് യാതൊരു തർക്കവുമില്ല. എല്ലാ പഞ്ചായത്തുകളിലും കോളനികളും വീടുകളും വലിയ വലിയ വീടുകളും ഇഷ്ടം പോലെ എന്താ പറയാ
ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കേരളം. അതാണ് നമ്മളുടെ സാധ്യത. താങ്ക് യു മാം. പിന്നെ ഒരു പോരാഴിക വന്നത്, അവിടെ വന്നിരുന്ന RCMന്റെ ഒരു കുറെ ആൾക്കാരൊക്കെ യൂണിഫോം ധരിച്ചു തന്നു. അയ്യോ, നമ്മള് ധരിക്കണ്ട എന്നുള്ള ഒരു തീരുമാനം എടുത്ത് നമ്മൾ പോയത്. താങ്ക് യു ജോളി മാഡം. ഞാൻ അതിനുള്ള ഉത്തരം തരാം. നമ്മളോടത്ത് സുരേന്ദ്ര ഭട്ട് സാറ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ലോഗോ പതിച്ച സാരിയോ ചുരിദാറോ ധരിക്കരുത് എന്നുള്ളത്. അപ്പോഴേ സാറ് പറയുന്നുണ്ടായിരുന്നു നമ്മൾ സൗത്ത് ഇന്ത്യയിൽ അപ്ലൈൻ പറയുന്നത് അതുപോലെ നമ്മൾ അനുസരിക്കും, പക്ഷെ അത് എല്ലായിടത്തും അതുപോലെ ചെയ്യണം എന്നില്ല. എനിക്ക് നിങ്ങളെ എന്താ പറയുക, ഇന്ന് നമ്മളെ കേരളത്തിൽ നിന്ന് പോയ ആളുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നുന്നത്. ബിക്കോസ് ദേ ഒബേ ദ അപ്ലൈൻ, കാണിച്ചു കൊടുത്തു. അവിടെ സുരേന്ദ്ര ഭട്ട് സാറിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം അത് നേരിട്ട് മൂർത്തി സാറിനോട് പറഞ്ഞ് ആ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു മാഡം. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്ന വ്യക്തി മറ്റാരുമല്ല, നമ്മുടെ പ്രിയങ്കരിയായ, അല്ലെ, നമ്മുടെ എന്താ പറയാ, നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാം നമ്മുടെ സ്റ്റാർ പേൾ ഷൈമ മാഡം. അല്ലെ, അവർക്ക് കിട്ടിയ അവാർഡ് ഞാൻ ഒന്നുകൂടെ പറയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഡയറക്ട് സെല്ലിംഗ് റൂറൽ വുമൺ എന്റർപ്രണർ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു വലിയൊരു അവാർഡ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യ പ്രതിനിധീകരിച്ചാണ് മാഡത്തിന് ആ ഒരു അവാർഡ് ലഭിച്ചതെന്നും കൂടെ ഈ ഒരു അവസരത്തിൽ. കാരണം എന്താണ്, നമ്മുടെ ടീമിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്, ടീം ഡെവലപ്മെന്റ്, അല്ലെ. അപ്പം നമുക്ക് മാഡത്തിനെ ഈ ഒരു അവസരത്തിൽ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാഡത്തിന്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് നമുക്കൊന്ന് കാതോർക്കാം. JRC അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷമുണ്ട്. ഈ ഒരു ഓരോ ആളുകളെ അനുഭവങ്ങൾ കേൾക്കുന്ന സമയത്ത് അത്രത്തോളം തോന്നും. എന്തായിരുന്നാലും ഈ ഒരു അവാർഡ് എനിക്ക് നേടിത്തന്നത് തീർച്ചയായിട്ടും എന്റെ അച്ഛൻ കുടുംബാംഗങ്ങളും അതേപോലെ എന്റെ കേരള ടീമിനോടാണ് ഞാൻ നന്ദി പറയുന്നത്. അതേപോലെ ഇതിൽ നിന്ന് ഒരു മെസ്സേജ് മാത്രമേ നിങ്ങൾ മനസ്സിലാക്കണ്ടൂ. ഏതൊരു എന്താ പറയാ, ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരിക്കും RCMനോടൊപ്പം ചേർന്ന് നിന്നാൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത എല്ലാ എന്താ പറയാ അംഗീകാരങ്ങളും നമ്മളെ തേടി വരും എന്നുള്ളത്. അതിനോട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പക്ഷെ ഓക്കെ, പറഞ്ഞോളൂ മാഡം, പറഞ്ഞോളൂ. വീഡിയോ ഓഫ് ചെയ്തോളൂ മാഡം, വീഡിയോ ഓഫ് ചെയ്തിട്ട് സംസാരിച്ചോളൂ. ചെറിയ അതെ, നമുക്ക് വരുന്ന സമയത്ത് ഓരോ സ്ത്രീകളും ഇതിനകത്തേക്ക് കടന്നു വരുമ്പോ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോ അതിനകത്തുനിന്ന് ഒന്ന് മാറി നിൽക്കും. നമ്മൾ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് നമുക്ക് RCM ചെയ്യാൻ എന്ന് വിചാരിച്ച് മാറി നിൽക്കും. എനിക്ക് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. ആ പ്രതിസന്ധികളിലൊക്കെ എല്ലാത്തിനും ഒരു സൊല്യൂഷനായിട്ട് ഞാൻ RCMനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അതേപോലെ നമ്മളെ ലീഡേഴ്സിന്റെ വാക്കുകളും ഒന്നുമില്ലാതിരുന്ന ഞാൻ വെറും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഷോപ്പിൽ വെറും 2500 രൂപ സാലറിക്ക് പോയിട്ട് ഒരു ബില്ലിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് RCMന്റെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി RCMന്റെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ മെന്റർ ആയിട്ടുള്ള സുജിത് സാറിന്റെ കാല് തൊട്ട് വന്നിക്കുകയാണ്. കാരണം അദ്ദേഹമാണ് ഈ ഒരു സിസ്റ്റത്തിൽ നിങ്ങൾക്കും വർക്ക് ചെയ്യാം എന്നുള്ളൊരു എന്താ പറയാ ഒരു വിശ്വാസം തന്നതും. നിങ്ങൾക്കിത് ഷോപ്പിൽ എന്നാണോ ഷട്ടർ ഇടുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാവില്ല, എന്നാൽ RCMന്റെ ഒരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ RCMന്റെ ഷോപ്പിൽ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വരുമാനം വാങ്ങിക്കുന്ന ഒരു കാലം നിങ്ങൾക്ക് വരും എന്ന് പറഞ്ഞു തന്നത് കൊണ്ട് മാത്രമാണ് ഈ ഒരു നെറ്റ്വർക്ക് ടീം ബിൽഡിംഗ് എന്നൊരു രീതിയിൽ ഞാൻ മുന്നോട്ട് പോയത്. അതേപോലെ ഡൽഹിയിൽ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഞാൻ എന്താ പറയാ, എപ്പോഴും നമ്മൾ പറയില്ലേ ദൂരയാത്ര ഒരുപാട് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പോകുന്നില്ല എന്ന് പറഞ്ഞതാണ് നമ്മളെ മൂർത്തി സാർ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രമ്യ മേഡം പറഞ്ഞതുപോലെ മൂർത്തി സാറിന്റെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ട്രെയിനിലാണോ എന്തിനായാലും റെഡിയാണ് വന്നത്. സാധാരണ അങ്ങനെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ വെളിച്ചപ്പാടൊക്കെ ഒരു ഉത്സവത്തിന് ചേർന്ന് നമുക്ക് അവിടെ ഇരുന്ന് പെട്ടെന്ന് ഇതുണ്ടാവുന്നത് ഒക്കെ ഉണ്ടാവുന്നത്. അതേപോലെ RCMന്റെ ഒരു പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടെന്ന് കേൾക്കുന്ന സമയത്ത് കഴിഞ്ഞാലും പിന്നെ നമുക്ക് ഇരിക്കാൻ എങ്ങനെയെങ്കിലും അവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നലെ ഞാൻ മൂത്തയുടെ വീട്ടിലെ ടെക്നിക്കൽ അച്ചീവർ മീറ്റിംഗ് താമസിക്കാൻ അവസരം കിട്ടി. എറണാകുളം അണ്ടർവേൾഡിൽ വെച്ച് ബത്താനിയയിൽ വെച്ച് എന്റെ ഒരു ടീം മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ട്രെയിൻ കുറെ ലേറ്റായി. ഇതാ ഇപ്പൊ എന്റെ വീട്ടിൽ എത്തിയതേ ഉള്ളൂ. ിൽ നിന്ന് വൈകുന്നേരം 5 മണി 4:30 മണിക്ക് എഴുന്നേറ്റ് നിൽക്കും ഞാൻ. 4:30 മണി ആ സീറ്റിൽ എനിക്ക് ഇരിപ്പുറക്കാതെ വീട്ടില് സന്ധ്യ എത്തിയിരുന്ന ഞാനൊന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇന്ന് എല്ലാ പോകാനുള്ള ഒരു ധൈര്യവും
പ്രാപ്തി ഉണ്ടാക്കി തന്നിരിക്കുന്ന എന്റെ എല്ലാ ലീഡേഴ്സിനോടും, അതേപോലെ എന്നും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന അഖില മാമിനോടും ബിജി മാഡത്തിനോടും, അതേപോലെ നമ്മുടെ ഗർജിക്കുന്ന സിംഹം ഹേമന്ത് സർ, അതുപോലെ എല്ലാ ലീഡേഴ്സിനോടും നന്ദി പറയുന്നു. ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന, അതേപോലെ എനിക്ക് നന്ദി പറയാൻ ഒരു വ്യക്തി കൂടെ ഉണ്ട്. എനിക്കൊരു അവാർഡ് ഡൽഹിയിൽ നിന്ന് കിട്ടിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ആ ഒരു അവാർഡ് ഏറ്റുവാങ്ങാൻ ജെമിനി മാഡം ആണ് അവിടെ കയറിയത്. ജെമിനി മാഡത്തിനോട് ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി, താങ്ക് യു അഖില മാം. താങ്ക് യു ഷൈമ മാം. ശരിക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെയൊക്കെ എന്താ പറയുക ഹൃദയത്തിൽ നിന്നുമാണ് 1000 പൂച്ചെണ്ടുകൾ അല്ലെ. ശരിക്കും ഈ പാത പിന്തുടർന്ന് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്ടമ്മമാര് ശരിക്കും പറഞ്ഞ ടീം ഡെവലപ്മെന്റിൽ അല്ലെ അതിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. അല്ല നമ്മൾ വിചാരിച്ച ശരിക്കും അത് സാധിക്കും എന്നുള്ളതാണ് അല്ലെ. ലീഡേഴ്സിനോട് കൂടി ചേർന്ന് നിന്ന് ഇപ്പൊ നിങ്ങളിൽ പലരും PQC കഴിഞ്ഞവരുണ്ട്, വീരാങ്കന കഴിഞ്ഞവരുണ്ട്. ഇനി അതൊന്നുമല്ല പ്രോഗ്രാം കണ്ട് നമ്മൾക്ക് 6:15 ലേഡീസ് പ്രോഗ്രാം ഉള്ളതാണ് അല്ലെ. കൃത്യമായിട്ട് പങ്കെടുക്കുക അതില്. അതുപോലെ 11 മണിക്ക് സൂം പ്രോഗ്രാംസ് ഉണ്ട്, ഫിസിക്കൽ സെഷൻസ് ധാരാളമുണ്ട്. ഇതൊക്കെ മിസ്സാക്കാതെ നമ്മൾ പ്രോഗ്രാം ധാരാളമായിട്ട് കാണുക. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടീം ഡെവലപ്മെന്റിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവുക എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ലേഡീസിന് അതിനുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഈശ്വരനായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പവർ നമ്മൾ ശരിക്കും ഡൽഹിയിൽ കണ്ടത്. ഇത്രയും സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള ആ ഒരു ശക്തി അല്ലെ അവിടെ നമ്മുടെ ഷൈമ മാഡം പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ടീം ഡെവലപ്മെന്റിൽ നമുക്ക് ഇതുപോലെയുള്ള അവാർഡുകൾ നമുക്ക് ഭാവിയിൽ വരും കാലങ്ങളിൽ നമുക്ക് അത് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. കാരണം നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ തന്നെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ ശരിക്കും നമ്മൾ ഇനി അകക്കണ്ണൊന്ന് തുറക്കുക, തൃക്കണ്ണ് തുറക്കുക, പ്രവർത്തിക്കുക, അത്രേ വേണ്ടൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആളെ വിളിക്കാം. വളരെ സന്തോഷത്തോടെ നമ്മുടെ സ്റ്റാർ പേൾ ബിജു സനിൽ മാഡത്തിനെ ഇവിടെ കണ്ടിരുന്നല്ലോ. മാഡം ഉണ്ടോ? യെസ് ഇവിടെ ഉണ്ട്. JRC മാഡം. ഓക്കെ, ആദ്യം തന്നെ എന്റെ ഹൃദയം നിറഞ്ഞ എല്ലാവിധ അഭിനന്ദനങ്ങളും ഷൈമ മാഡത്തിന്. കേരളം, സൗത്ത് ഇന്ത്യ, RCM എന്നുള്ള ആ പേരില് ഒരു പൊന്തൂല് തുന്നി ചേർത്ത കിരീടം വെക്കാത്ത ഒരു റാണി ഷൈമാജി, അതും ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ മൊമെന്റിലാണ്. കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വനിതകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഡയറക്ടർ സെല്ലിംഗ്, അതും വേറെ പ്രൊഫഷണലിസ്റ്റുകളല്ല, വെറും എല്ലാവരും ഒന്ന് എഴുതി തള്ളിയിരുന്ന അല്ലെങ്കിൽ കൊണ്ടു നടക്കുമ്പോൾ ഡയറക്ടർ സെല്ലിംഗ് എന്ന് കേൾക്കുമ്പോൾ ചെവിയിൽ പഞ്ഞി വെക്കുക ആട്ടി ഓടിക്കുന്ന ആ സംവിധാനത്തിൽ ഇന്ന് മുടിചൂന മന്നരായിട്ട് നമുക്ക് പറയാം ഒരു വനിതാ രത്നം. അതും നമ്മുടെ ഈ കൊച്ചു കേരളത്തില് ആ ഒരു പേര് ഇനി ഇന്ത്യൻ ചരിത്രത്തിൽ ആർക്കും തിരുത്താൻ പറ്റാത്ത ഒരു പേരായി മാറിയ ഷൈമ മാഡത്തിന് നമ്മളെ ഓരോ സ്ത്രീകളുടെ ഹൃദയം തുറന്ന അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇനി എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ. നമ്മളാരും നാരീശക്തി ഒരു കേവല സ്ത്രീകളല്ല, ഫൈറ്റേഴ്സ് എന്നുള്ള ഒരു വിശേഷണമാണ് നമുക്ക് അവിടെ സ്മൃതി മാം തന്നത്. അത് തീർച്ചയായിട്ടും എന്തിനൊക്കെ വേണ്ടി നമ്മള് ഫൈറ്റ് ചെയ്യുന്നു അല്ലെ. പക്ഷെ ജീവിതത്തിൽ വിജയിക്കാൻ മൂർത്തി സാറ് പറഞ്ഞ പോലെ എന്തൊരു ഫൈറ്റാ ചെയ്യുന്നത്. ഒരു PSC എക്സാം എഴുതാൻ വീട്ടിൽ നിന്ന് എല്ലാം ഇട്ടെറിഞ്ഞ് ഒക്കെ ഫൈറ്റ് ചെയ്ത് നേടിയിട്ട് ലാസ്റ്റ് ശമ്പളം ഇല്ലാതെ നമ്മള് ആ സങ്കടപ്പെട്ടു പോകുന്നവർക്ക് ഇന്ന് ഒരു ദിവസം പോലും മുടങ്ങാതെ വരുമാനം കിട്ടുന്നു RCMല്. അതിലൊക്കെ ഏറെ പ്രധാനം എനിക്ക് ഒരു ഭാഗ്യം തന്നത്. ഞാൻ എപ്പോഴും പറയും, ട്രെയിനിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, എല്ലാവരോടും എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറയും, എന്റെ കഴിഞ്ഞ ജന്മം എന്റെ അച്ഛനും അമ്മയും നൽകിയത്, പുതിയ ജന്മം എനിക്ക് തന്നത് എന്റെ ഗ്രേറ്റ് എമറാൾഡ് സുരേഷ് സാറാണ്. അദ്ദേഹം എന്നെ ഈ RCMല് കൊണ്ടുവന്ന് എനിക്കൊരു പുനർജന്മം തന്നില്ലെങ്കിൽ ഞാൻ ഇന്ന് ആരും ആവില്ലായിരുന്നു. ഈ ഒരു ചരിത്ര നിമിഷത്തിന്റെ ഭാഗമാവാൻ കഴിയില്ല. അതിനൊക്കെ എനിക്ക് ഏറ്റവും കൂടുതൽ RCM ഉണ്ട്, എന്റെ ഗ്രേറ്റ് ലീഡേഴ്സ് ഉണ്ട്. പക്ഷെ എനിക്ക് പകരം വെക്കാത്ത ഒരൊറ്റ പേര് എന്റെ സ്റ്റാർ എമറാൾഡ് സുരേഷ് സാറിനാണ്. എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തിന്റെ എല്ലാ സന്തോഷവും ഞാൻ അദ്ദേഹത്തിൽ സമർപ്പിക്കുന്നു. പോയ എല്ലാവരും ഹാപ്പി ആയിരുന്നു. ഒരു കാര്യം തീരുമാനം എടുത്തു, ട്രെയിനില് ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ ഇറങ്ങിയതാണ് നിസാമുദ്ദീൻ. എന്നും ഡൽഹിയിലോ അല്ലെങ്കിൽ കറക്റ്റ് സ്പോട്ടിൽ ഇറങ്ങി അവിടുന്ന് കാര്യങ്ങൾ നേടുന്നു, കൊണ്ടു നടക്കാൻ അപ്ലൈനുകൾ. പക്ഷെ അതില് എനിക്ക് ഏറെ അഭിമാനത്തോടു കൂടി രണ്ടുപേരുടെ പേര് പറയാൻ പറ്റാതിരിക്കില്ല. അജില മാം ആൻഡ് രമ്യ മാം, ദ പവർഫുൾ ലേഡീസ് ഇൻ അവർ ടീം. കാരണം ഇവരെന്താ സ്മാർട്ട്. ഇവരുടെ പിന്നിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സെക്യൂരിറ്റി ആയിരുന്നു. അവരോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിയാണ്. അതോടൊപ്പം തന്നെ ജിഷ മാം, ഞങ്ങളുടെ അമ്മയായിട്ട് എല്ലാ കാര്യത്തിനും എല്ലാവരുടെയും കൂടെ നടന്ന് ഞങ്ങളെ കെയർ ചെയ്ത ജിഷ മാമിന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പോയി വരുന്നവരെ
ഞങ്ങള് പലയിടത്തുനിന്ന് കയറിയെങ്കിലും ഒന്നിച്ച ട്രെയിനിൽ ഒരു കുടുംബാംഗങ്ങളെ പോലെ ഒന്നിച്ച് പങ്കുവെച്ച് സന്തോഷം മാത്രം പകർന്ന് തിരിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടു കൂടി അവസാനിപ്പിച്ച യാത്ര GRCM, GUD-RCM. ഓക്കെ, താങ്ക് യു അഖില മാം ഇതുപോലെ ഒരു അവസരം തന്നതിന്. ഓക്കെ, താങ്ക് യു ബിജുസനൽ മാഡം. പവർഫുൾ വേർഡ്സ് അല്ലെ, ഇതിൽ പറയാൻ എന്താ വേണ്ടത്? ഇനി അടുത്തതായിട്ട് ഞാൻ വേഗം വിളിക്കുകയാണ് ഇനി കേട്ടോ. സുജാത മാഡം. മാഡം, JRC. താങ്ക് യു. ഇതുപോലൊരു പ്രോഗ്രാം എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എത്രയും സ്ത്രീ ശാക്തീകരണം എന്ന് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ മാർച്ച് 8-ന് അവിടെ കണ്ടു സ്ത്രീ ശാക്തീകരണം എന്താണെന്ന്. നമ്മളുടെ ഗ്രാമത്തില് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൽ ഓരോ ചെറിയ ഏടുകളിലും ഡയറക്ട് സെല്ലിങ് എത്തിച്ചേരണമെന്ന് നമ്മുടെ സ്മൃതി ഇറാനി മാഡം നമ്മളെ ഓർമ്മപ്പെടുത്തി. അതുപോലെ തന്നെ 13ഓളം ഡയറക്ട് സെല്ലിങ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ കാതുകളിലെല്ലാം അപ്പോഴും മുഴങ്ങുന്നത് RCM എന്നാണ്. നമ്മുടെ TC ചാബ്രാജി അദ്ദേഹം വന്നപ്പോഴത്തേക്ക് ആ ഒരു വികാരം എനിക്ക് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 3 ഗുണമാരിയാണ് കൈയടിച്ച് കരഘോഷമായിരുന്നു. എന്തായിരുന്നു ഒരു ഫീല്. അടുത്ത പ്രാവശ്യവും ഞാൻ പോകുമെന്ന് അവിടുന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ നമ്മൾക്ക് ആ ഒരു ദിവസം ധന്യമായി എന്ന് വേണം പറയാൻ. എന്താ ഒരു ഫീലെന്ന് എനിക്ക് അറിയില്ല എങ്ങനെ അത് വർണ്ണിക്കണമെന്ന്. അത്രയ്ക്കും നല്ലൊരു ഞാൻ പോയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയേനെ. കാരണം സ്ത്രീ ശാക്തീകരണം മുമ്പേ പറഞ്ഞ പോലെ നമ്മള് കൊണ്ടുവന്നത് ഈ RCM-ൽ കൂടി സ്ത്രീ ശാക്തീകരണം കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നേടണം എന്ന് എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാൻ പറ്റും. ഞാനത് പോയി കണ്ടു, ഇത്രയും സ്ത്രീകളെ ഒന്നിച്ചു കണ്ടു. നമ്മളും ഇതിന്റെ ഭാഗമാകണം. അടുത്ത തവണ നമ്മൾക്ക് ജെമിനി മാം പറഞ്ഞുകൊണ്ട് നമ്മുടെ പേരെഴുതിയ ഒരു ചെയർ അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ അവിടെ വിട്ടിറങ്ങിയത്. എന്റെ കൂടെ എന്റെ മെന്ററായിട്ടുള്ള ജോളി ജോർജ് മാഡം, അതുപോലെ തന്നെ നമ്മുടെ ജെമിനി മാഡം, എല്ലാവരും ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെ ഞങ്ങളെ വളരെ കാര്യമായിട്ട് വളരെ സുരക്ഷയോടുകൂടി ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ ഞങ്ങൾ കയറിയത് മുതൽ വന്നിറങ്ങുന്നത് വരെയും വീട്ടിലെത്തുന്നവരെയും വളരെ കെയറിങ് ആയിട്ട് ഒന്നും പേടിക്കണ്ട. നമ്മുടെ ഫാമിലി നമ്മൾക്ക് ഫുൾ സപ്പോർട്ടാണ്. ഫാമിലി ബിസിനസ് എന്ന് പറഞ്ഞാൽ RCM ഇസ് ദ ബെസ്റ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ആരോടും നമ്മൾക്ക് ഇത് പറയാം. സ്ത്രീകളോട്, നമ്മൾ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, വീട്ടിൽ വെറുതെ ഇരിക്കുന്നവരായ ഒക്കെയും നമുക്ക് വളരെ 100% സത്യസന്ധതയോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു ജോലി അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ജോലി RCM മാത്രമാണ്. JRCM മാഡം, JRCM. താങ്ക് യു മാം. ശരിക്കും ഹൃദയത്തിൽ നിന്നും വന്ന ഈ വാക്കുകൾക്ക് എന്താ പറയുക, നന്ദി സുജാത മാഡം. ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് നമ്മുടെ ബിനിത മാഡത്തിന്റെ കാര്യം പറഞ്ഞാല്, മാഡത്തിന്റെ ഒരു ഫിലിം അതായത് കുരുവി പപ്പ എന്നൊരു സിനിമ ഈയിടെ റിലീസ് ചെയ്യുകയുണ്ടായി. മാഡം അതിലൊരു ശ്രദ്ധേയമായ റോള് ചെയ്യുകയുണ്ടായി. ഏകദേശം ആ ഒരു ഫിലിം റിലീസ് ചെയ്തത് മാഡം ആ ഡൽഹിയിൽ പോയ സമയത്ത്, അതായത് യാത്രാവേളയിലാണ് ആ ഒരു ഫിലിം റിലീസ് ചെയ്തത്. ശരിക്കും മാഡത്തിന് എക്സ്ക്യൂസ് പറയായിരുന്നു. ഞാൻ അഭിനയിച്ച ഒരു സിനിമ റിലീസാണ്, എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടുണ്ട് പറയായിരുന്നു. പക്ഷെ മാഡത്തിന് അവിടെ സിനിമയെക്കാളും ഫ്യൂച്ചർ RCM-നാണെന്ന് മനസ്സിലാക്കിയ ആളാണ് ബിനിത മാഡം. അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് പുറപ്പെട്ടു. വളരെ സന്തോഷകരമായിട്ട് വീട്ടിലെത്തിയ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മാഡത്തിനെ വളരെയേറെ സന്തോഷത്തോടെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു അഖില മാം. എല്ലാവർക്കും നമസ്കാരം. JRCM. എന്റെ പേര് ബിനിത ബിജു, ഇരിഞ്ഞാലക്കുടയാണ് വീട്, സ്റ്റാർ അച്ചീവർ ആണ്. ഇപ്പോ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാർച്ച് 8 വുമൻസ് ഡേയുടെ ആ പ്രോഗ്രാം നമ്മുടെ ഗ്രൂപ്പുകളിൽ കണ്ട വഴിക്ക് തന്നെ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, എനിക്ക് എന്തായാലും പോണം. പക്ഷെ അത് എങ്ങനെ പോകും, ഏതൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ പോണെന്ന് ഞാൻ അപ്പൊ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് എനിക്ക് അറിയണ്ടായില്ല. അങ്ങനെയാണ് ഞാൻ ആ മാർച്ച് 8 ഒരു 3-4 ദിവസം മുപ്പാട് ഒരു ഹൈജീൻ ക്ലാസിന്റെ കാര്യം രമ്യ മാമിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാൻ രമ്യ മാമിനെ വിളിച്ചപ്പോ എന്നോട് ഒരു വാക്ക് ചോദിച്ചു, ഞങ്ങള് പോകുന്നുണ്ട് ഡൽഹിയിലേക്ക്, ഉണ്ടോ എന്ന് ചോദിച്ചു. കേൾക്കേണ്ട താമസം ഞാൻ പറഞ്ഞു, ഞാൻ റെഡി, ഞാൻ വരാൻ കാത്തിരിക്കാണ്, ഞാൻ റെഡി എന്ന് പറഞ്ഞു. അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ എല്ലാവരും റിസർവേഷൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ തനിച്ചാണ്. ഞാൻ മകനോട് പറഞ്ഞു, നമുക്ക് ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോ എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, അമ്മ അങ്ങോട്ടേക്കുള്ള ടിക്കറ്റ് കൺഫേം ആവും, പക്ഷെ ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റിന് ഓപ്ഷൻ വന്നിട്ടുണ്ട്. കാരണം സെക്കൻഡ് ട്രെയിൻ, ഇവര് കയറുന്ന ട്രെയിനിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഒരു സെക്കൻഡ് ഓപ്ഷൻ ആണ് വന്നിരിക്കുന്നത്. ഇങ്ങോട്ട് പോരുമ്പോ തനിച്ച് ചിലപ്പോൾ വരേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങോട്ടേക്ക് എന്തായാലും ഒന്നിച്ചല്ലേ, ഇങ്ങോട്ടേക്ക് വരണ കാര്യമില്ല, അത് അപ്പൊ തീരുമാനിക്കാം, എന്തായാലും നീ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാൻ പറഞ്ഞു ഞാൻ.
അങ്ങനെ ആ ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്താ പറയാ, ആ ചരിത്ര വിജയമാവാൻ, ആ വുമൺസ് ഡേയുടെ പ്രോഗ്രാമിന് ആ ചരിത്ര വിജയമാവാൻ നമുക്ക് കേട്ടറിവുണ്ട്, കണ്ടറിവുണ്ട്, കൊണ്ടറിവുണ്ട്. ഇത് നമ്മളവിടെ കണ്ടതും കൊണ്ടറിവുകളാണ്. ശരിക്കും മനസ്സിലായി. നമ്മുടെ മഹാനായ TCG ആ വേദിയിലേക്ക് കയറി അദ്ദേഹത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു ഫീലാണ്. ഞാൻ പ്രാർത്ഥിച്ചത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഇനിയും ദൈവമേ കൊടുക്കണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം കാരണം നമുക്കറിയാം, നമ്മുടെ ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നപ്പോ നമുക്ക് അതിനേക്കാൾ ഉപരിയാണ് നമ്മുടെ TCG നമുക്ക് ഇരട്ടിയായിട്ടാണ് നമുക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൈൻഡിലാണ് ഞാൻ TCGനെ എന്നും കാണുന്നത്. അപ്പൊ ശരിക്കും അവരുടെ കണ്ണ് ശരിക്കും നമുക്ക് നിറഞ്ഞു പോണ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ സ്മൃതി ഇറാനി വനിതാ വകുപ്പ് മന്ത്രി, വനിതാ ശിശു വകുപ്പ് മന്ത്രി നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ 33% ലേഡീസ് ആണ് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വന്നിട്ടുള്ളത്. അത് ഇനി വരാൻ പോകുന്ന ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 40% ലേഡീസിലേക്ക്, അതായത് ഒരു 5 വർഷം കഴിയുമ്പോ ഒരു 31,000 ലേഡീസിന് 1 കോടി വരുമാനത്തിലേക്ക് എത്തിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ, ഇന്ത്യയിൽ ഇത്രയും ഡയറക്റ്റ് സെല്ലിങ് ചെയ്യുന്ന സ്ത്രീകള് ഉണ്ടെന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ് ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം. ഇനി അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരേ മുക്കിലും മൂലയിലും ഒരുപാട് സ്ത്രീജനങ്ങള് ഇന്നും ഇതിന്റെ ഒരു കാഴ്ചപ്പാടില്ലാണ്ട്, കാരണം നരക യാതന അനുഭവിക്കാന്ന് പറയില്ലേ, അതേ സ്ഥിതിയിൽ ഒരുപാട് സാധാരണ സ്ത്രീകൾ ഇന്ന് ആർസിഎമ്മിലായിക്കോട്ടെ വിട്ടുപോകാൻ നിൽക്കുന്ന ഒരുപാട് പേരുകളുണ്ട്, വിട്ടുപോയവരുണ്ട്. ഇനിയും നമ്മുടെ ഈ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇവരൊക്കെ നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ടേക്ക് കൊണ്ടുവരാനുള്ള തീരുമാനം നമ്മൾ ഇന്ന് കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും നിൽക്കുന്ന നമ്മൾ ഈ മെമ്പേഴ്സിന് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളാണ് ഇത് ഇവിടെ കണ്ടത്. ആ കണ്ട നമ്മൾക്കാണ് ഇതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഇതിലേക്ക് ഇറങ്ങി ചെല്ലാനും അവരിതിലെ നമ്മുടെ ഭാഗമാക്കി തീർക്കാനും നമ്മൾക്കേ ഇതിവിടെ സാധിക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ ആർസിഎം എന്ന ഡയറക്ടർ സെല്ലേഴ്സ് ഒരുപാടുണ്ടായിരിക്കാം, പക്ഷെ ആർസിഎം എന്ന ഒരു ഡയറക്ടർ സെല്ല് ഒന്നേയുള്ളൂ. അത് നമുക്കറിയാം. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം ഏറ്റവും ആദ്യം നമ്പർ 1 ആയി തീരുന്നതും ഇന്ന് നമ്പർ 1ലേക്ക് എത്തുന്നതും നമ്മുടെ ഡയറക്ട് മാർക്കറ്റ് ആർസിഎം എന്നൊരു പ്രസ്ഥാനം തന്നെയായിരിക്കും. കാരണം അതാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത്. കാരണം വിളിക്കുന്ന പേരുകളിൽ എല്ലാം നമ്മുടെ ആർസിഎം എല്ലാ ട്രോഫികളിലും നമുക്ക് ആർസിഎം ആണ് അവിടെ നമ്മൾ കേട്ടറിഞ്ഞ ഒരു പേര്. കാരണം എല്ലാവർക്കും അതേപോലെ അച്ചീവ്മെന്റ്സുകൾ അവിടെ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വിഷൻ നമ്മുടെ ഉള്ളിലേക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനി ഒരു കാരണവശാലും പുറകോട്ടേക്ക് നമ്മൾ ആരും തിരിയണ്ട. കാരണം ആ 31,000 ലേഡീസിൽ 1 കോടിപതി 5 വർഷം ആവുന്നതിൽ ഒരാൾ ഞാനായിരിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അതേപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ മെമ്പേഴ്സും അതിലേക്കെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ആർസിഎം, ഗുഡ് ആർസിഎം. താങ്ക് യു മാം. ഇപ്പൊ എനിക്ക് ഇതിലേക്ക് പോകാനായിട്ട് അഖിലമ്മ ആയിക്കോട്ടെ, മൂർത്തി സാർ ആയിക്കോട്ടെ, എന്റെ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സും, ജിഷ അമ്മയും ആയിക്കോട്ടെ, അതുപോലെ ബിജു സനൽ മാഡം, ഓരോരുത്തർ രമ്യ മാഡം, ഒരുപാട് കടപ്പാട്. കാരണം ഹിന്ദി അറിയില്ല. ഹിന്ദി അറിഞ്ഞില്ലെങ്കിൽ എന്താ, നമ്മൾക്ക് അവിടെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഹിന്ദി അറിയുന്നവരാണ് നമ്മളെ നയിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി ഒരു കുടുംബം പോലെ വളരെ ഹാപ്പി സന്തോഷത്തോടെ പോയി വരാനായിട്ട് സാധിച്ചു. വളരെ നന്ദി. എല്ലാ ലീഡേഴ്സിനോട് ഒരുപാട് നന്ദി. താങ്ക് യു മാം. ജയ് ആർസിഎം. താങ്ക് യു ബിന്ദ മാഡം. മാഡം വളരെ ശ്രദ്ധേയമായ കുറെ വാക്കുകൾ പറഞ്ഞു. ശരിക്കും അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റുന്നില്ല, സമയക്കുറവുമുണ്ട്. കാരണം ആ ഒരു കോടിപതികളിലേക്ക് സ്ത്രീകൾ സ്ത്രീകൾ വരിക എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അടുത്ത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇല്ല. ശരിക്കും അത് സാധ്യമാവുന്നത് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെയാണ് എന്നുള്ളത് ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ നമ്മളോട് പറയുകയാണ്. മറ്റു ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, സ്ത്രീകളെ കോടിപതികളാക്കാനായിട്ട് ശരിക്കും അതും കൂടെ റിമൈൻഡ് ചെയ്ത ബിനിത മാഡത്തിന് ശരിക്കും ഒരുപാട് നന്ദി. ഇനി അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്നത് മറ്റാരുമല്ല, ഡൽഹിയില് എന്താ പറയുക, ഒരു പവർഫുൾ ലീഡർ ഈ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, രാഖി ചന്ദ്രൻ മാഡം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കോട്ടയത്ത് 20 പേര് പോകാനായിട്ട് ഒരു കാരണക്കാരി കൂടിയാണ് രാഖി ചന്ദ്രൻ മാഡം. കാരണം അവിടെ അക്കോമഡേഷൻ ഒക്കെ റെഡിയാക്കി അവരെയൊക്കെ എല്ലാം അങ്ങോട്ട് വിളിച്ച്, അതായത് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകതയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാഡത്തിന്റെ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് കോട്ടയം ടീമിന് വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഓൾ കേരളയിലും രാഖി ചന്ദ്രൻ മാഡത്തിന്റെ ഒരു പ്രോഗ്രാം വെക്കുകയുണ്ടായി. പക്ഷെ ഈയിടെയായിട്ട് പലരും സൂം പ്രോഗ്രാംസ് എന്താ പറയാ നെഗ്ലക്ട് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ്, ആവശ്യമില്ല എന്നുള്ള ഒരു ഇതിലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ടീമിലുള്ള കുറച്ച് പേരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് പോയത്, ഈ ഒരു പ്രോഗ്രാമിന് പോയത് 30 പേരൊന്നും ആവില്ല. നിറയെ പേര് നിന്ന് പോവുകയും കുറച്ചു പേർക്കെങ്കിലും ട്രോഫി വാങ്ങാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തേനെ. അപ്പൊ തീർച്ചയായിട്ടും രാഖി ചന്ദ്രൻ മാഡത്തിന് ആ ഒരു വിഷൻ കാണിച്ചു തന്ന രാഖി ചന്ദ്രൻ മാഡത്തിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. മാം, യു ആർ വെൽക്കം. താങ്ക് യു മാം. ജെ ആർ സി എം. ജെ ആർ സി എം.
ഒത്തിരി സന്തോഷം. ഇത്ര എന്താ പറയാ, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഒരു വിളി വരുമെന്നോ, അഖില സാറോട് ഒന്ന് വിളിച്ച് എന്നെ ഇന്നോട്ട് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതൊരു എന്താ പറയുന്ന ഒരു പെട്ടെന്നുണ്ടായ, എന്താ പറയുക, ഒരിക്കലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടൊരു സംഭവമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നമുക്ക് ഇത്രയും പേരെ വിളിച്ചു. ഞാൻ ഓർത്തായിരുന്നു ഒരുപാട് പേര് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. സാറ് ഇന്ന് രാവിലെ ബാബു സാറ് പറഞ്ഞതുപോലെ എന്നാ പറയുന്നത്, സാക്ഷരതയുടെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലാണെങ്കിൽ പക്ഷെ ഇവിടെ നമ്മുടെ പവർ കുറഞ്ഞു പോയി, നമ്മുടെ കേരളത്തിന്റെ. പക്ഷെ ഞങ്ങൾ അത് മുതലെടുക്കുക തന്നെ ചെയ്തു. ഞങ്ങൾ 10-20 പേരെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും അവിടെ ആ സമയത്ത് ഞങ്ങൾ കേരളത്തിന്റെ പേര് അല്ലെങ്കിൽ RCMനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തായിരുന്നു. ആ ഒരു വോയിസ് ആ സമയത്ത്, അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം, ഈ നമ്മുടെ ഈ പ്രോഗ്രാമിന് അവിടെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുള്ളവർക്ക്, ഇൻഡോർ സ്റ്റേഡിയത്തിൽ വന്നിട്ടുള്ളവർക്ക് അറിയാം, ഓരോ പ്രാവശ്യത്തെ ആനിവേഴ്സറിക്കും വന്നിട്ട് ഓരോ സ്റ്റേറ്റിനെയും അവര് റെപ്രസെന്റേറ്റ് ചെയ്ത് പറയുന്നുണ്ട് അവിടെ. അപ്പോൾ കേരള എന്ന് പറഞ്ഞപ്പോഴും അതുപോലെ RCM എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾ അവിടെ അതിനു മുമ്പ് ഒരു തീരുമാനം എടുത്തിരുന്നു. അത്രയും പവറെ നമുക്ക് 10-20 പേരെ ഉള്ളെങ്കിൽ പോലും ആ പവർ അവിടെ കാണിക്കുന്നു. അതുപോലെ ഞങ്ങൾ കൂകി അലറി വിളിക്കുമായിരുന്നു ഓരോ പേര് നമ്മുടെ RCMന്റെ അല്ലെങ്കിൽ കേരള എന്ന് പറഞ്ഞ ആ സമയത്ത്. ഞങ്ങളെ തീരുമാനിച്ചെടുത്തതായിരുന്നു ആ ഒരു പവർ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ കാണിച്ചു. നല്ല എന്താ പറയുക, ഇത്രയും അമേസിംഗ് ആയിട്ടൊരു പ്രോഗ്രാം ആയിരുന്നു. സൂപ്പർ. നമുക്ക് കിട്ടാത്ത ഒരു ചാൻസ്, ആദ്യമായിട്ട് ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും സാധിച്ചു. എസ്പെഷ്യലി ഞാനിവിടെ ഓരോരുത്തരെയും വെയിറ്റ് ചെയ്ത് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു ഓരോരുത്തരും വരുന്നത്. കാര്യം ഇപ്രാവശ്യം ആരും സപ്പോർട്ടില്ല, ലേഡീസ് തന്നെയായിരുന്നു. ഞങ്ങളുടെ കോട്ടയത്ത് സുനിൽ സാർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ലേഡീസ് മാത്രമായിട്ട് വരുന്ന ഒരു പ്രോഗ്രാം. ഒരുപാട് നല്ല ഒരു ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വളരെയധികം വിലപ്പെട്ട വാക്കുകൾ, അത് പീയൂഷ് സാർ ആണെങ്കിൽ പോലും പറഞ്ഞത് നമ്മുടെ ലേഡീസിന് അവരുടെ ഒരു അത് മഹാശിവരാത്രി ദിവസം അദ്ദേഹം അത് തന്നെയാണ് എടുത്തു പറഞ്ഞതും. ലേഡീസ്, നമ്മുടെ അമ്മമാര്, സഹോദരികള്, നമ്മുടെ പെൺമക്കൾ, അവർക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു അവസരമാണിത് എന്നാണ് സാർ അവിടെ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ മായം ചേരാത്ത നൂതനമായ സാങ്കേതിക വിദ്യയിലൂടെ നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം, അതിലൂടെ ഒരു ചെലവുമില്ലാതെ നടത്തുന്ന നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ സ്ത്രീ സമൂഹത്തിന് കിട്ടുന്ന ഒരു വലിയ അവസരമാണിതെന്നാണ് സാർ പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ സ്മൃതി മാമിന്റെ വാക്കുകൾ, അതിലേറെ അതിലേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മൂല്യമുള്ള വാക്കുകൾ തന്നെയായിരുന്നു. മാമ അവിടെ പറഞ്ഞത് തന്നെ നമ്മുടെ വീടാന്തരം, അതുപോലെ തന്നെ ഓരോ പട്ടണങ്ങളിലൂടെ ഈ രാജ്യത്തെ മൊത്തം ഇതിലേക്ക് കൊണ്ടുവരിക. മാമ എടുത്തു പറഞ്ഞു വേറൊരു കാര്യം കൂടി ഉണ്ട്. മാമ അവിടെ സാറിന് എന്താ പറയുന്നേ, നമ്മുടെ ഫെഡറേഷനെയും അസോസിയേഷനെയും കൂടെ മാം പിടിച്ചു വാങ്ങിയായിരുന്നു. 33% നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് സ്ത്രീ സമൂഹത്തിന് അംഗീകാരം തന്നിട്ടുണ്ടെങ്കിൽ മാമ വാങ്ങിച്ചെടുക്കുകയായിരുന്നു 40% എന്നുള്ളത് അവിടെ സ്ഥിരീകരിക്കുകയായിരുന്നു. ശരിക്കും എന്താ പറയുന്നത്, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ലെവലിൽ നമ്മളെ എൻകറേജ് ചെയ്ത ഒരു വേദി തന്നെയായിരുന്നു അത്. അതിലൂടെ തന്നെ മാം ഒരു കാര്യം പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല്, 5 വർഷം കൊണ്ട് മാം ഒരു സ്വപ്നം കാണാനായിട്ട് ഒരു സങ്കല്പം നമുക്ക് അവിടെ തന്നായിരുന്നു. 5 വർഷം കൊണ്ട് നമുക്കൊരു സങ്കല്പം, ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഈ വേദിയിലിരുന്ന്, അതായത് ഓരോ വർഷവും ഇനിയിപ്പോ ഇത് കൂടിക്കൊണ്ടേ ഇരിക്കുകയേ ഉള്ളൂ, ഈ വേദിയിൽ, അതായത് നമ്മുടെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ആ സെയിം വേദിയിലിരുന്ന് 5 വർഷങ്ങൾക്ക് ശേഷം നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ള ഈ ഡയറക്റ്റ് സെല്ലിങ്ങിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ താക്കത്തിനെ ഈ ഇൻഡസ്ട്രിയുമായിട്ട് കൂട്ടി യോജിപ്പിക്കാനാണ് മാം പറഞ്ഞത്. അത് ഈ 5 വർഷം കൊണ്ട് മാം പറഞ്ഞ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ 5 साल के बाद जगह यही है, संकल्प वही है और लोटे है हम करोड़पति എന്നാണ് മാം പറഞ്ഞത്. ഈ സെയിം സ്ഥലത്തിരുന്ന് ആ സങ്കല്പം നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്നത്
ഒരു കരോട്പതിയിലായിരിക്കണം. ഓരോ ലേഡി ലീഡേഴ്സും 5 വർഷം കഴിയുമ്പോൾ അവര് കോടിപതികളായിരിക്കണം എന്നാണ്. ഇത് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ അലയടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളൊരു എന്താ പറയുന്ന ആ ഒരു അതിനെ അതോടെ തന്നെ നമ്മുടെ എപ്പോഴും നമ്മുടെ ചെവിയിൽ അലയടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു മാം, GRC. താങ്ക് യു രാഖി മാഡം. എന്താ പറയാ, അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പലർക്കും തോന്നുന്നുണ്ടാവും പോകാമായിരുന്നില്ലേന്ന്, അല്ലെ? ശരിക്കും നോക്കിക്കേന്ദ്ര മാഡം അടുത്ത വർഷം നോക്കിക്കോളൂ, അവിടെയൊക്കെ ബുക്ക് ചെയ്യേണ്ട ഹോട്ടലുകൾ അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ട റൂമുകളുടെ ഒക്കെ എണ്ണം കേട്ടോ. ഇപ്പോഴേ വേണമെങ്കിൽ ബുക്ക് ചെയ്ത് വെച്ചോളൂ. March 8 നമ്മൾ ഒരുപാട് പേര് തീർച്ചയായിട്ടും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരുപാട് സ്ത്രീകൾ പങ്കെടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. രാഖി മാഡം താങ്ക് യു. ഇനി അടുത്തതായിട്ട് ജയ രാജു മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ. JRC ഒരുപാട് സന്തോഷം. കാരണം ജീവിതത്തില് നമുക്ക് ഇതുപോലൊക്കെയുള്ള ഒരു വേദികളിൽ പോയി ഇരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. കാരണം RCM വന്നതുകൊണ്ട് മാത്രമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു അവസരത്തിൽ വേണ്ട രീതിയിൽ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവിടെ എത്താൻ സാധിച്ചത് എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. കാരണം ഞാൻ നവംബർ മാസത്തിലെ ആനിവേഴ്സറിയിൽ അവിടെ പങ്കെടുത്തിരുന്ന ആളാണ്. ഉടനെ തന്നെ അടുത്തൊരു യാത്രയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. എങ്കിലും എന്തോ എനിക്കൊരു ആവേശമായിരുന്നു March 8 വനിതാ ദിനത്തിൽ അവിടെ പങ്കെടുക്കണമെന്ന്. അപ്പം ഒപ്പം നമ്മുടെ രാഖി മാഡത്തിന്റെ ആ രാവിലത്തെ പ്രഭാത കിരണത്തിലെ ഒരു വാക്കും കൂടെ ആയപ്പോൾ പെട്ടെന്ന് തന്നെ ഹാൻഡ് റൈസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയാണ് പോകാൻ സാധിച്ചത്. ഒത്തിരി വളരെയധികം സന്തോഷം തോന്നി. നമ്മുടെ ബാക്കി വനിതകളെ ഒന്നും അവിടെ എത്തിക്കാൻ സാധിച്ചില്ല, അവർക്കാർക്കും ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം എന്താ പറയുക, 2 കേന്ദ്രമന്ത്രിമാർ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിലാണ് നമ്മൾ വനിതകളെ എല്ലാവരെയും ക്ഷണിച്ചിരുന്നത്. അതുപോലെ ഞാൻ ഇവിടുന്ന് പുറപ്പെടുന്നതിന് മുമ്പ് എന്റെ ഷോപ്പിന്റെ ഉടമസ്ഥൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ലീവാണ് സാർ, എന്റെ സ്റ്റാഫാണ് കട നോക്കുക, ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ യാത്ര പറഞ്ഞത്. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ പോവാണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ ഞങ്ങളെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലുള്ള വനിതകളെ, പ്രത്യേകിച്ച് RCM വനിതകൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. March 8 ഞങ്ങളെ എല്ലാം അവിടെ നല്ലൊരു അവസരം ഞങ്ങളുടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഓഹോ അത്രയും വലിയ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരവസരം ഉണ്ടായി. വളരെ സന്തോഷം തോന്നി. അത് ഞാൻ അതിനകത്ത് പങ്കെടുക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത് ഞാൻ ഞങ്ങളുടെ ഓണറോട് പറഞ്ഞപ്പോ ആ പുള്ളിയുടെ വായിൽ നിന്ന് കിട്ടിയൊരു അനുഭവമാണ് അത്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ഇന്ന് വരെ ഇപ്പൊ ഒരു 10 മിനിറ്റ് മുമ്പും എന്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പം അയ്യോ ഡൽഹിയിലൊക്കെ പോയി നിൽക്കുന്നത് കണ്ടു, ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ തീർച്ചയായിട്ടും ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് എല്ലാവരും ഞാൻ ചെയ്യുന്ന ബിസിനസിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പുച്ഛഭാവമായിരുന്നു. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം വരാൻ ഞാൻ എവിടെ എത്തും, ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് എന്നുള്ള ഒരു വാക്കൂടെ പറയാൻ സാധിച്ചു. ഒത്തിരി നന്ദി, വളരെ സന്തോഷം. ഓക്കെ മാം, വിളിച്ചതിന് ഒത്തിരി നന്ദി. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന ജെമിനി മാഡം, അതുപോലെ തന്നെ നിഷ മാഡം, സുനിൽ സാറ്, എല്ലാവരും വളരെ കരുതലോടുകൂടി, ജോളി മാഡം ഒക്കെ ഒരു കുടുംബമായിട്ട് ഇവിടെ എത്തിച്ചേർന്നു. ഈ ശകലം മുമ്പ് പോലും ജോളി മാഡമായിട്ട് ഞാൻ വീണ്ടും സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുകയും സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്തു പോയി. അടുത്ത March 8 നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ വേദി പങ്കിടാൻ അവസരം ഉണ്ടാവട്ടെ. അതിനകത്തൊരു ചെറിയ കുറവുണ്ടായി, അത് അഖില മാഡവും മൂർത്തി സാറും അവിടെ എത്താത്ത ഒരു ചെറിയ കുറവ് മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. അതിന്റെ സാഹചര്യം പറഞ്ഞിരുന്നല്ലോ. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു ജയരാജു മാഡം. ശരിക്കും അല്ലെ പുച്ഛിച്ചവർക്കൊക്കെ നല്ല മറുപടി കൊടുക്കാനായിട്ട് മാഡത്തിന് പറ്റി എന്നുള്ളതാണ് അല്ലെ. ശരിക്കും ഇനി നോക്കൂ, ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് വരും എന്നുള്ളതാണ് പങ്കെടുത്തവർക്ക് അല്ലെ. ഇതിൽ പരം എന്താ വേണ്ടത്? ഇനി അടുത്തായിട്ട് നമ്മുടെ റോജ മാഡം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. റോജ ഷംസുദ്ദീൻ മാഡം തൃശ്ശൂരിൽ നിന്നും. മാഡം പേരിട്ടിരിക്കുന്നത് ഗാലക്സി എന്നാണ് കേട്ടോ, പേര് മാറ്റിയിട്ടില്ല. ഓക്കെ മാഡം, സംസാരിച്ചോളൂ. താങ്ക് യു. വീഡിയോ ഓഫ് യു, റേഞ്ച് ഇല്ല. റോജ ഷംസുദ്ദീൻ തൃശ്ശൂരിൽ നിന്നാണ്. ആദ്യമായി തന്നെ നമ്മുടെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. RCM മാം, അതിന് തന്നെ ഇന്ത്യൻ ജനതയ്ക്ക് RCM എന്ന ഈ പ്രസ്ഥാനം വിഭാവനം ചെയ്ത TCJ ഓർത്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. RCM എന്ന പ്രസ്ഥാനം എന്റെ കൈകളിൽ തന്ന മോളി മാഡത്തിനെയും ഈ ഒരു അവസരത്തിൽ എനിക്ക് ഓർക്കാതെ വയ്യ. കാരണം ഈ ഒരു പ്രായത്തിലും ഞാൻ 4ാമത്തെ തവണയാണ് ഡൽഹിയിൽ പോകുന്നത്. ഈ ഒരു പ്രോഗ്രാമിന് പോകാനും അഖില മാം എന്റെ അടുത്ത് പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ ഫ്ലൈറ്റിൽ പോരാനാണ് തീരുമാനിച്ചത്. പക്ഷെ അത് 14 പേർ കൗമാരക്കാരായ കോളേജ് സ്റ്റുഡൻസിനെ പോലെ ട്രെയിനിൽ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അവിടെ ഡൽഹിയിൽ എത്തിയത്. പക്ഷെ അവിടെ എത്തിയ ശേഷം
ഒരുപാട് പ്രതീക്ഷയോടെ ഞങ്ങൾ എല്ലാവരും അഖില മേമിനെയും മൂർത്തി സാറിനെയും പ്രതീക്ഷിച്ചു. പക്ഷെ ദൈവം ഒരുപക്ഷെ അതൊരു നിയോഗം പോലെ നിങ്ങൾക്ക് തന്നതായിരിക്കും. കാരണം എന്റെ പെൺമക്കൾ ഒറ്റയ്ക്ക് ഡൽഹിയിൽ നല്ല സന്തോഷത്തോടു കൂടി എത്തി എന്നുള്ളൊരു വിശ്വാസം അഖില മേമിന് കിട്ടാൻ വേണ്ടിയായിരിക്കും ദൈവം ഒരുപക്ഷെ ആ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യവും ഡൽഹിയിൽ പോകുന്നത് പോലെ ഒരു പ്രതീക്ഷയില്ലാതെ പോയി. പക്ഷെ അവിടെ എനിക്ക് വീണ്ടും ഒരു സന്തോഷം കിട്ടിയത് പോകുന്നതിന്റെ തലേദിവസം ആ ഒരു എൻട്രി പാസ് എന്റെ കൈകളിലാണ് അഖില മാം എനിക്ക് രാത്രി കൊണ്ടുവന്ന് തന്നത്. അതെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവിടെ എത്തി ബ്രേക്ക്ഫാസ്റ്റോട് കൂടി ഞങ്ങള് എൻട്രി ആയി. പിന്നീട് അവിടെ കണ്ടിരുന്ന ആ ഒരു ഭക്ഷണത്തിന്റെ പാത്രങ്ങൾ തന്നെ എന്താ പറയാ, ഡിഷ് ഗോൾഡൻ കളറിൽ ഇങ്ങനെ നിരന്ന് ഈ അറ്റം മുതൽ അറ്റം വരെ കഴിക്കാനൊന്നുമില്ല, കാണാനുള്ള ഒരു കൗതുകം. അത് കഴിഞ്ഞ ഓഡിറ്റോറിയത്തില് മാം പറഞ്ഞ പോലെ ഞങ്ങളാണ് ആദ്യം അവിടെ കയറിയത്. ഓടിപ്പോയിട്ട് ഞങ്ങൾ VIP സീറ്റിലാണ് ഇരുന്നത്. കാരണം 3 തവണയും ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയത് VIP സീറ്റിൽ ഇരുന്നിട്ട് തന്നെയാണ്. ഇതും ഭയങ്കര ആഘോഷത്തിമിർപ്പ്. ഒരു 5 മിനിറ്റ് പോലും ഞങ്ങൾ സീറ്റിലിരിക്കാതെയാണ് ഞങ്ങൾ എല്ലാവരും ഓരോ സെഗ്മെന്റിന്റെ പേര് വിളിക്കുമ്പോഴും RCM എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തുള്ളി കളിക്കുകയായിരുന്നു. ഭയങ്കര വൈബായിരുന്നു. പക്ഷെ അതിലൊരു വിഷമം തോന്നിയത് മാമും സാറും അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഒരു ചരിത്ര മുഹൂർത്തത്തിന് ഒരു പ്രതിനിധിയായി അവിടെ ചെല്ലാൻ സാധിച്ചത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ആനുവലിക്ക് ഞാൻ ഡൽഹിയിൽ പോയി വന്നപ്പോ എന്റെ ടീമിലുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടി ഞാനൊരു കാശ് കൊടുക്കുക സ്വരൂപിച്ചു വെച്ചു. ഇപ്രാവശ്യം അടുത്ത വുമൻസ് ഡേക്ക് പോകാൻ വേണ്ടി ഞാനൊരു അലമാര പോലെയുള്ള ഒരു സംഭവം വാങ്ങി വെച്ചിട്ടുണ്ട്. എല്ലാരും ഇതിൽ പൈസ കൊടുന്നിട്ടോളൂ. അടുത്ത വർഷം നമുക്ക് തിമിർത്ത് ഒരുമിച്ച് തന്നെ പോവാം. ആ ഒരു കഴിഞ്ഞപ്പോ എനിക്കും എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം, 5 വർഷം RCM എന്ന ഈ ഡയറക്ട് സെല്ലിങ്ങിൽ എന്ത് പ്രതിസന്ധികൾ തരണം ചെയ്തു നിന്നാലും എനിക്കും ആകാം ഒരു കോടിപതി. അത് എനിക്കും കിട്ടിയ ഒരു വൈബാണ് അത് ദൈവത്തിന്റെ അനുഗ്രഹവും ലീഡേഴ്സിന്റെ അനുഗ്രഹവും ടീം അംഗങ്ങളുടെ ഒത്തൊരുമയുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നേടിയെടുക്കാം എന്നൊരു വിശ്വാസത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. തീർച്ചയായിട്ടും മാഡം പറഞ്ഞ പോലെ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും ആ ഒരു കോടിപതിയിലേക്കുള്ള യാത്ര, അല്ലെ? തീർച്ചയായിട്ടും ഒരുപാട് സ്ത്രീകൾ ആ ഒരു യാത്രയിലേക്ക് തന്നെ ഉണ്ടാവണം. കാരണം ഒരു എന്താ പറയുക, ലക്ഷത്തിലേറെ വരുമാനം വാങ്ങിക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, വീട്ടമ്മമാര് വരുമ്പോഴാണ് RCM ഒക്കെ കളർഫുൾ ആവുന്നത്. അപ്പൊ അതിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. താങ്ക് യു റോജ മാഡം. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് മേഴ്സി മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ. കോട്ടയത്ത് നിന്ന് മേഴ്സി മാഡം റെഡിയാണ്. മാഡം ഗുഡ് RCM. വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ മീറ്റിങ്ങിന് പോകാനായിട്ട് ഇടയായി തീർന്നത്. കാരണം 2 പ്രോഗ്രാം എനിക്ക് വന്നു. ഒന്ന് നമ്മുടെ ന്യൂട്രിചാർജിന്റെ പ്രോഗ്രാമിനാണ് ആദ്യം ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷെ അത് അന്നേരത്തേന് നമുക്ക് വനിതാ ദിനത്തിൽ പോകാനായിട്ട് അധികം പേരൊന്നും ബുക്ക് ചെയ്യാൻ തുടങ്ങിയില്ല. പിന്നീടാണ് വനിതാ ദിനത്തിൽ രാഖിമാമിന്റെ പലരും പറഞ്ഞല്ലോ പ്രോഗ്രാം അനുസരിച്ച് അന്ന് കേട്ട ആ ഒരു മീറ്റിങ്ങിനാണ് നമുക്കൊന്ന് പോകാനായിട്ട് തോന്നിയത്. പിന്നെ നിഷാമാമൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിതൊരു ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു അറ്റംപ്റ്റ് ആയിരിക്കും, ഇത് നല്ലൊരു വൈബായിരിക്കും കിട്ടുന്നത്. മെഴ്സിമാം ഏതാണ് 2നും എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം എന്റെ ഇളയ മോന് 10ാം ക്ലാസ്സിൽ പരീക്ഷയാണ്, രണ്ടാമത്തെ മോക്ക് +2ന്റെ പരീക്ഷയാണ്. ഇപ്പൊ 2 പ്രോഗ്രാമിന് 2 പേർക്കും ആയതുകൊണ്ട് പോകാൻ മടിയായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, അമ്മ പരീക്ഷ ഞങ്ങളല്ലേ എഴുതി, അമ്മയ്ക്ക് പോകാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ, പോയി വരൂ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലുതാണ്. അപ്പൊ അത് വലിയൊരു സന്തോഷമായിരുന്നു. അങ്ങനെ സന്തോഷത്തോടു കൂടി പോകാനായിട്ട് ഇടയായി തീർന്നു. നിഷാമാമക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമുക്ക് നല്ലൊരു ആദ്യമായിട്ട് കിട്ടുന്ന ഇങ്ങനെ ഒരു ചാൻസ് ആണ്. ഗവൺമെന്റിന്റെ ആയിട്ട് ഒരു പ്രോഗ്രാമിന് പോവുക എന്ന് പറഞ്ഞാൽ 4 പേരോട് നമുക്ക് പിന്നീടാണെങ്കിലും പറയണമെങ്കിൽ നമുക്ക് വലിയൊരു കാര്യമാണ്. അതുപോലെ തന്നെ പറയുവാൻ ഇടയായി തീർന്നു. അവിടെ വന്ന് ചേർന്നപ്പോൾ കിട്ടിയ ആ ഒരു എനർജി ലെവൽ, ഇവിടെ വന്ന് ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലൊക്കെ ഞാൻ പലരോടും പറഞ്ഞു. കാരണം നിങ്ങളൊക്കെ കണ്ടോണം, നാളെ ഒരു സമയത്ത് ഗവൺമെന്റ് ഡയറക്ട് സെല്ലിനെ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ആയിരിക്കും ഇതിന്റെ തലക്കം നിൽക്കുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ പലരും നമ്മളെ പല വിധത്തിലും മാർക്ക് ഇടുമല്ലോ. അപ്പം ഞങ്ങളൊക്കെ ആയിരിക്കും ഇതിന്റെ തലക്കൽ ഈ ദേശത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ മേഴ്സിയൊക്കെ വളരെ വലുതായി. ഞങ്ങളുടെ പിക്ചറൊക്കെ ഞാൻ പലരെയും കാണിക്കാൻ ഇടയായി തീർന്നു. പിന്നെ നമ്മുടെ TCG വരുമ്പോൾ സ്റ്റേജിലുള്ള ആരവം, പിന്നെ നമ്മുടെ ഡോക്ടർ സഞ്ജീവ് കുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം TCGയെ പറ്റി പറഞ്ഞ വാക്കുകൾ, എനിക്ക് ഹിന്ദിയുടെ ലാംഗ്വേജിന്റെ പ്രോബ്ലം പലതും ഉണ്ടായിരുന്നു. TCG വളരെ നല്ലൊരു അദ്ദേഹത്തിന്റെ മെന്റർ ആണെന്നും
നല്ലൊരു സംരംഭകനാന്നൊക്കെ പറഞ്ഞ വാക്കുകളൊക്കെ അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകാനുണ്ട്. അന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ജെമിനി മാം അതൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്ത് ഞങ്ങൾക്ക് പലരോടും അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ വലിയൊരു ത്രില്ലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ആ ത്രില്ല് മുന്നോട്ട് തന്നെ കീപ്പ് ചെയ്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന്റെ എല്ലാവിധമായ സപ്പോർട്ടുകൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഇങ്ങനെ പോയാൽ ഇപ്പം നമ്മള് സാംസ്കാരിക മന്ത്രി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഡയറക്ട് സെല്ലിനും പ്രത്യേക ഒരു മന്ത്രിയൊക്കെ വരുമെന്നാണ് എന്റെ ഒരു വിചാരം ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആകുമെന്ന് പുതിയ പ്രതീക്ഷ. അപ്പം കോടിപതി ആകാനായിട്ട് ഞാനും കാത്തിരിക്കുന്നു. അതുപോലെ തന്നെ സംഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാ ലേഡീസും അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പോകണം. പോയി യാത്രകളെ പറ്റിയൊക്കെ ഒരുപാടുണ്ട് പറയാനായിട്ട് നമുക്ക് സമയമില്ലല്ലോ. ഞങ്ങൾ അങ്ങോട്ട് പോയത് ജെമിനി മാമിന്റെ നിഷ മാമിന്റെയും സുനിൽകുമാറിന്റെ സാറിന്റെ ഒക്കെ നേതൃത്വത്തിലാണ് പോയത്. പോയി വരവൊക്കെ വളരെ നല്ലതായിരുന്നു, സന്തോഷപ്രദം. എല്ലാ പ്രാവശ്യവും പോകുന്നതിനേക്കാളും വളരെ സന്തോഷപ്രദമായിരുന്നു. പോയി വന്ന് ആർക്കും യാതൊരു കുഴപ്പമില്ലാതെ ദൈവം ഞങ്ങളെ കൊണ്ട് എത്തിച്ചു ചേർത്തു. എല്ലാത്തിനും നന്ദി. എനിക്ക് അവസരം തന്ന അഖിലമാവിന് പ്രത്യേകമായി നന്ദി പറഞ്ഞു നിർത്തുന്നു. JRCM ഗുഡ് ആർസിയും. താങ്ക് യു മേഴ്സി മാഡം. അടുത്ത മാഡം പറഞ്ഞ പോലെ അടുത്ത തവണ നമ്മളെല്ലാവരും ഒരുമിച്ച് പോകും കേട്ടോ. ഒരു ട്രെയിൻ മുഴുവനും നമ്മൾ ലേഡീസിനായിട്ട് ബുക്ക് ചെയ്യാം കേട്ടോ. അടുത്ത തവണ പോവാത്തവരെ വിഷമിക്കേണ്ട, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ പോവാം. ഓക്കെ, അടുത്തായിട്ട് അനിത മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ. JRCM മാഡം. JRCM. എന്റെ പേര് അനിത രാഘവൻ. ഞാനിപ്പോ തേവരയിൽ താമസിക്കുകയാണ്. ഏതായാലും മാർച്ച് 8 വനിതാ ദിനത്തിന് പോകാനായിട്ട് സാധിച്ചു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി പറയണത് രമ്യ മാഡത്തിനോടാണ്. കാരണം എന്നെ വിളിച്ച് ചോദിച്ചു നമുക്ക് പോകണ്ടേ, പിന്നെ പോകണ്ടേ, പോവാൻ ടിക്കറ്റ് എടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു യാത്ര, അതും അടിപൊളി യാത്ര. പിന്നെ കേൾക്കാൻ പറ്റണില്ലേ? കേൾക്കാം. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ പോകുന്ന യാത്രയിലാണെങ്കിലും ബിജു സനിൽ മാഡം അതുപോലെ തന്നെ സജിത മാഡം അവരുടെ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റി. അവരുടേതായ ചെറിയ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് കിട്ടി. പിന്നെ അവിടെ ചെന്നപ്പോഴാണെങ്കിൽ RCM ഫാമിലി ബിസിനസ് ആണെന്നാണ് പറയുന്നത്. അവിടെ അതിന്റെ മോഡൽ തന്നെ നമ്മുടെ TCGയും മകളും മകനും ഒരേ സ്റ്റേജിൽ, അത് RCM അല്ലാതെ വേറെ എവിടെയാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ ആ RCM മാത്രമാണ് ശരിക്കും അവിടെ അച്ഛനും മകളും മകനും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ കയറിയിട്ട് അതിന്റെ ഒരു റെക്കഗ്നേഷൻ വാങ്ങിച്ചത്. അതൊക്കെ പറയുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അറിയാതെ തന്നെ നമുക്ക് സീറ്റിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ TCG ഒക്കെ സ്റ്റേജിൽ കയറുമ്പോ എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത്. പക്ഷെ മാർച്ച് 8 കഴിഞ്ഞ് വരുന്ന ഓരോ ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു 34 പേരാണ് പോയെന്ന് തോന്നുന്നു. പക്ഷെ ഈ 34 പേരിൽ നിന്ന് ഒരു 3.5 കോടി വനിതകളിലേക്ക് എത്താനായിട്ട് നമുക്ക് ഉള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവിടെ. ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ടാണ് ഓരോരുത്തരും തിരിച്ചു വന്നിരിക്കുന്നത്. അതിപ്പോ ഞാൻ മൂർത്തി സാറിന്റെ വാക്ക് കടമെടുക്കുകയാണ്. RCM ഈസ് വെരി സിമ്പിൾ ബട്ട് നോട്ട് ഈസി. ഹാർഡ് വർക്ക് വേണം, വിഷൻ വേണം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രീജിത്ത് സാറിന്റെ ഒരു ക്ലാസ് ഞങ്ങൾക്ക് 4 വേല് കിട്ടി. അത് കൂടി ഇപ്പോ ആ പവർഫുൾ വിഷൻ ആണ് ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് മുന്നേ ഷൈമ മാഡം അതിന് കഴിയും എന്നുള്ള ഒരു തെളിവ് ഇവിടെ കാണിച്ചു കഴിഞ്ഞു. അപ്പോ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും അത് സാധിക്കും എന്നുള്ളത് നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ആ വിഷൻ തീർച്ചയായിട്ടും നടക്കും എന്നുള്ളത് ഉറപ്പാണ്. യൂണിവേഴ്സ് അതിന് വേണ്ടിയിട്ട് നമുക്ക് കൂട്ടായിട്ട് നിൽക്കും എന്നുള്ളത് സത്യമാണ്. അപ്പൊ കൂടെ വരുന്നവരെ കോടിപതികളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. പിന്നെ അത് കൂടാതെ ഞാൻ ഈ അവസരത്തിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ നന്ദി പറയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ടിക്കറ്റ് മാത്രം ഞാൻ അയച്ചു കൊടുത്തോളൂ. പക്ഷെ 14 പേർക്കുള്ള ഫുഡും കൊണ്ട് 40 കിലോമീറ്റർ സഞ്ചരിച്ച് വരുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ ഈ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അപ്പം ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസരം തന്നതിൽ അഖില മാഡത്തിനോട് പ്രത്യേകം നന്ദി പറയണം. പക്ഷെ മൂർത്തി സാറും അഖില മാഡവും അവിടെ ഇല്ലാതെ വന്നത് ശരിക്കും ഒരു സങ്കടം തന്നെയാണ്. പക്ഷെ അച്ഛനെയും അമ്മനെയും പ്രതിനിധീകരിച്ച് ഇത്രയും ആളുകൾ സന്തോഷത്തോടെ പോയി എല്ലാം കഴിഞ്ഞ് മിടുക്കികളായിട്ട് തിരിച്ചു വന്നതിൽ എന്തായാലും നിങ്ങൾക്ക് 2 പേർക്കും അഭിമാനിക്കാം. എല്ലാ ലീഡേഴ്സിനും പ്രത്യേകം നന്ദി പറയണം. പിന്നെ ജിഷ മാഡം ആണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമ്മളെ കൊണ്ടുപോയി. ജിഷ മാഡത്തിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയാണ്. JRCM. താങ്ക് യു അനിത മാഡം. എന്താ പറയാ, ഇപ്പൊ ഞങ്ങൾ അച്ഛനും അമ്മയൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ പോയി എന്താ പറയാ കോൺഫിഡൻസ് ഗെയിൻ ചെയ്തല്ലോ, അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. ഓക്കെ, താങ്ക് യു. അടുത്തതായിട്ട് നമ്മുടെ വിജയ ചിത്രഭാനു മാഡം അൺമ്യൂട്ട് ചെയ്തോളൂ. എല്ലാവർക്കും ഉറക്കമൊക്കെ വരുന്നുണ്ട്, കൈയൊക്കെ ഒന്ന് ഇങ്ങനെ കെട്ടി എന്താ പറയാ കൈ അടിച്ചിങ്ങനെ നമ്മൾ പറയില്ലേ, കൈ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മുഴുവനും നോക്കും ഇവിടെയൊക്കെ ഈ വൈദ്യൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയിക്കോളും, ഉറക്കം വരില്ലേ പെട്ടെന്ന്.
വിജയശ്രീ മാഡം ഉറക്കം വരുന്നുണ്ടോ? മാഡത്തിനെ കൊണ്ട് ഞാൻ കുറച്ച് 1-2 സെന്റൻസ് പറയിപ്പിക്കും ഇത് കഴിഞ്ഞാൽ കേട്ടോ. മാഡം സംസാരിക്കട്ടെ. വിജയ മാഡം അൺമ്യൂട്ട് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ഞാൻ TCG നമിക്കുന്നു. ഞാൻ വിജയ ചിത്രഭാനു, വൈപ്പിലിൽ ചെറുവൈപ്പിൽ താമസിക്കുന്നു. എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നു. 6 മാസമായി RCM എന്ന നന്മ എന്റെ കൈകളിൽ ഏൽപ്പിച്ച റോയൽറ്റി അച്ചീവറായ അനിത മാഡത്തെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു. ഇന്റർനാഷണൽ വിമൻസ് ഡേ ഓൺ 8 മാർച്ച് 2024. ആരെല്ലാം വരുന്നുണ്ട്? ഓൾ ഇന്ത്യ ഹൈജീൻ ട്രെയിനർ നിർജ്ജര രമ്യ മാഡം ചോദിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഒന്നും അറിഞ്ഞില്ല. അവർ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ വിഷമമായി. സഫയർ CRN മൂർത്തി സാറ് ഇതേ സൂമിൽ പിറ്റേ ദിവസം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. സാറ് പറഞ്ഞു, ഇനിയും വേണമെങ്കിൽ ആർക്കെങ്കിലും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, സീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അന്ന് രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, ഉറക്കം വന്നില്ല. പിറ്റേ രാവിലെ എമറാൾഡ് ബാബു സാറിനെ വിളിച്ചു. സാർ, ഞാനും വരുന്നുണ്ട് ഡൽഹിയിൽ, എനിക്ക് ടിക്കറ്റ് സേവ് ചെയ്യുന്ന പൈസ എടുത്തു, ഞാൻ റെഡിയാണ്. അങ്ങനെ 4800 രൂപ AC ടിക്കറ്റ് ബുക്ക് ചെയ്തു. എന്നാൽ പോലും ഞാൻ വിചാരിച്ചു കംഫർട്ട് സോൺ ഞാൻ ലംഘിയണം, പോവേണം ഡൽഹി. അങ്ങനെ ഞാൻ തീരുമാനിച്ചു. പിറ്റേന്ന് മുതൽ ചിലവായ 6 രൂപ ചെലവിനുള്ളതും പിറ്റേന്ന് ഇത് തന്നെ ഉണ്ടാക്കി മാഡം. കാരണം എന്താന്ന് വെച്ചാല് ചെലവിനുള്ളതും ടിക്കറ്റിനായ രൂപയും എനിക്ക് ഉറച്ച തീരുമാനമായിരുന്നു ഞാൻ സെയിൽ ചെയ്ത് കൊള്ളുന്നു. അതുപോലെ തന്നെ ഞാൻ ഇറങ്ങി ആ ഒരു യാത്രാ ചെലവും സെയിൽ ചെയ്ത് ഞാൻ ഉണ്ടാക്കി. 6th വെളുപ്പിന് 3:40 ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറി സൗത്ത് സ്റ്റേഷനിൽ 4:40 എത്തി. മറ്റുള്ളവരും അപ്പോൾ ഒരുമിച്ചു. 5:15 കറക്റ്റിന് നിസാമുദ്ദീൻ എക്സ്പ്രസ് യാത്ര തുടങ്ങി. ആകാംക്ഷയോടെ ഒറ്റയ്ക്കിരുന്നപ്പോൾ ആലോചനകൾ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. തൊട്ടടുത്ത് സ്റ്റാർ എമറാൾഡ് ജിഷ മേഡവും ടീമും പിന്നെ തകർത്തു തിമിർത്തു. ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് കളിച്ചും രസിച്ചും 2 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. 8-ാം തീയതി വെളുപ്പിന് ന്യൂഡൽഹിയിൽ എത്തിയപ്പോൾ ഞാൻ ആളാകെ മാറി. കുളിച്ചൊരുങ്ങി. പറഞ്ഞതിൽ നേരത്തെ തന്നെ ഇന്ദിരാഗാന്ധി ഓഡിറ്റോറിയത്തിൽ എത്തി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. VIP സീറ്റിന് അടുത്ത് തൊട്ടരികിൽ മുൻനിരയിൽ തന്നെ സീറ്റ് കൈയടക്കി. എക്സൈറ്റഡ് ആയിരിക്കുമ്പോൾ എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മളെല്ലാവരും ആദരിക്കുന്ന വിഷണറി ഫൗണ്ടർ TCG സാർ 5 മീറ്റർ അകലെ. അടച്ചും തുറന്നും ഞാൻ എന്റെ കണ്ണുകളെ വിശ്വസിപ്പിച്ചു. ഉറപ്പിക്കാനായി തൊട്ടടുത്തിരുന്ന സ്മിനില മാഡത്തെ കാണിച്ചു കൊടുത്തു. പടങ്ങളിൽ മാത്രം കണ്ടിട്ടുള്ള ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടപ്പോൾ എന്തോ മിന്നി മാഞ്ഞു പോയി. ഒരു രക്ഷയുമില്ല. ആടിയും പാടിയും നീങ്ങിയ നിമിഷങ്ങൾ. ഇടയ്ക്കിടെ എത്തി നോക്കി സാർ അവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ തുടങ്ങി. ഡയറക്റ്റ് സെല്ലിംഗ് ലേഡീസ് പവർ. എന്താ അത്, കാണേണ്ട കാഴ്ചയായിരുന്നു. ഏറ്റവും കൂടുതൽ അച്ചീവ്മെന്റ് നേടിയത് RCM ആണ്. അങ്ങനെ നമ്മുടെ കേരളത്തെ കുറിച്ചും RCM-നെ കുറിച്ചും പറഞ്ഞപ്പോൾ ഒറ്റക്കെട്ടായി ഞങ്ങൾ 10-36 പേരുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ മുഴുവനും ഞങ്ങളുടെ ആരവമായിരുന്നു. ആ സന്തോഷത്തിൽ നിമിഷത്തിൽ നിറഞ്ഞാടി എന്നുള്ളതാണ്. അതോടൊപ്പം പ്രിയങ്ക മാം, സൗരഭ് സാറ്, TCG സാറ്, സുരേന്ദ്രവാട് സാറ് എല്ലാവരെയും കാണാൻ പറ്റിയത് ഞാൻ ജീവിത ഭാഗ്യമായി കരുതുന്നു മാം. ആ നിമിഷത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു. 4 കോടിയിലധികം അസോസിയേറ്റ് ബയേഴ്സ് കഴിഞ്ഞ ഈ അവസരത്തിൽ ടീമിനെ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ, കൂട്ടത്തിൽ സെയിലും ചെയ്ത് എന്റെ ഗ്രാമമായ കുഴിപ്പിള്ളി പഞ്ചായത്തിനെ സമ്പൂർണ്ണ RCM ഫാമിലി ആക്കുവാൻ ഞാൻ മുന്നോട്ട് ഇറങ്ങുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് TCGയുടെ കരസ്പർശം ഏൽക്കുവാൻ കാത്തിരിക്കുന്നു. ഗുഡ് RCM. എനിക്ക് അവസരം തന്ന സഫയർ അഖില മാഡത്തിന് ഞാൻ നന്ദി പറയുന്നു. ഓക്കെ മാഡം.
വിജയ മേഡം നോക്കൂ, പുതിയ ആളാണ്. എന്തൊക്കെ നോക്കൂ, ഇത്ര ശക്തമായ തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആ കൊഴുപ്പിള്ളി പഞ്ചായത്തില് അല്ലെ 100% ആരോഗ്യപരം അവർ ഇത്രയും ഉൽപ്പന്നങ്ങൾ RCM ഉൽപ്പന്നങ്ങൾ അവർ ഉപയോഗിക്കും എന്നുള്ള കോൺഫിഡൻസ് ആണ്. ശരിക്കും ഇത് തന്നെയാണ് വേണ്ടത്. ആ ഒരു കോൺഫിഡൻസ് മാഡത്തിന് കിട്ടിയത് ഈ ഒരു വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് വിജയ മേഡം. കാരണം ഒരു കാവ്യാത്മകമായിട്ടാണ് മാഡം അതിലെ ഓരോ സെന്റൻസും ശരിക്കും പറഞ്ഞാൽ നമ്മളെ കാഴ്ചയിലൂടെ അത് കൊണ്ടുവരികയായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി ഞാൻ പ്രോഗ്രാമില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പങ്കെടുക്കാത്ത ഒരു വ്യക്തി അല്ലെ, നമ്മുടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് ഒരു വ്യക്തി ഈ പ്രോഗ്രാമിലുണ്ട്. നമ്മുടെ വിജയശ്രീ മാഡം. മാഡത്തിനെ ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒരു അഭിപ്രായം. മാഡത്തിന് പങ്കെടുക്കാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും നമുക്കൊന്ന് അല്ലെ പങ്കെടുക്കാത്തവരുടെ ഒരു അഭിപ്രായം കൂടെ നമ്മൾ കേൾക്കുന്നത് നല്ലതാണ്. മാഡം, യു ആർ വെൽക്കം. അല്ല, ഇപ്പൊ ഞാൻ പങ്കെടുത്ത പോലെ ഉണ്ട് മാഡം. നമ്മൾ ഡൽഹിയിൽ പോയി വന്നു അല്ലേ? അതെ, പോയി വന്ന പോലെ ഉണ്ട്. എല്ലാവരുടെയും ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശരിക്കും ഒരു വലിയൊരു കാര്യം മിസ് ചെയ്ത പോലെ ഉണ്ട്. എങ്കിലും ഇവിടെ ഇരുന്ന് ഇപ്പം പോയ എല്ലാ കാര്യങ്ങളും A to Z എല്ലാരും പറഞ്ഞു. അപ്പം അത് വളരെ ഒരു നല്ല എക്സ്പീരിയൻസ് ഇപ്പൊ തോന്നുന്നു. അങ്ങനെ അപ്പൊ ഇനിയുള്ള ഒരു ചാൻസ് വരുവാണെങ്കിൽ അത് മിസ് ചെയ്യാതിരിക്കാനും എല്ലാവർക്കും ഇതൊരു ഇതായിരിക്കും ഇങ്ങനത്തെ ഒരു ഇത് നടന്നത്. അപ്പോ എല്ലാവരും ഇനിയുള്ളവരെല്ലാവരും ആരും മിസ് ചെയ്യത്തില്ല എന്ന് തോന്നുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമെന്ന് തോന്നുന്നു ഇങ്ങനെ കേട്ടപ്പോ. എന്തായാലും April 28 TCG കാണാൻ ഒരു ഭാഗ്യം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, എറണാകുളത്തെ പ്രോഗ്രാമില്. അപ്പോ അന്ന് വരണമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും പോയി വന്ന എല്ലാവർക്കും അവാർഡ് കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അടുത്ത മാർച്ച് 8 മാഡം ഉണ്ടാവില്ലേ? അടുത്ത മാർച്ച് 8 ഞങ്ങളുടെ കൂടെ അഹമ്മദാബാദിൽ നിന്നും ഉണ്ടാവും. ഞാന് ബാംഗ്ലൂരിൽ നിന്നുണ്ടാവും. ബാംഗ്ലൂരിൽ നിന്നാണ്? ഓക്കെ, ബാംഗ്ലൂരാണ്. ഓക്കെ. അല്ല, ഇപ്പൊ അഹമ്മദാബാദാണ്. ഫ്രൈഡേ ബാംഗ്ലൂർക്ക് പോകും. ഓക്കെ മാഡം, ഓക്കെ. താങ്ക് യു സോ മച്ച്. പിന്നെ വിജയശ്രീ മാഡത്തിന് എനിക്ക് ഒരു സ്പെഷ്യൽ അപ്രീസിയേഷൻ മാഡത്തിന്. കാരണം എല്ലാ സൂം പ്രോഗ്രാമിലും മാഡം പങ്കെടുക്കുന്നതായിട്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അത് 11 മണിയുടെ മാഡത്തിന്റെ ആ ടൈമിംഗ് സൗകര്യം അനുസരിച്ച് മാഡം പങ്കെടുക്കുന്ന 11 മണിയാണെങ്കിലും 6:15 8:45 ഈ ഒരു പേര് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഇതേ ഉള്ളൂ ഒരു ഓപ്ഷൻ, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഇതിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ കൂടുതലും ഞാൻ സൂം യൂസ് ചെയ്യാറുണ്ട്, പിന്നെ യൂട്യൂബും. ഓക്കെ മാഡം, താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് ക്ലോസിംഗിലേക്ക് കടക്കാൻ. ആളുകളൊക്കെ കൊഴിഞ്ഞു, 200ഓളം പേരായി. ഏകദേശം 400-ന് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പകുതിയായി അല്ലേ? രോഷിനി മാഡം എന്തെങ്കിലും പറയാനുണ്ടാവും? എല്ലാവരും വിളിക്കാൻ സമയമില്ല ഞാൻ കേട്ടോ. രോഷിനി മാഡം പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഗുഡ് ആർസിയം താങ്ക് യു മാം. പങ്കെടുക്കാൻ പറ്റാത്തതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട്. എങ്കിൽ പോലും ഇതില് ഓരോ ലീഡേഴ്സും ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായി ധാരണയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും അടുത്ത പ്രോഗ്രാമിന് ഞങ്ങൾ എല്ലാവരും ഒരു ടീമായിട്ട്, ഞങ്ങൾക്ക് വളരെയധികം സങ്കടമുണ്ട്. കാരണം ഷൈമ മാമിന്റെ ആ ഒരു ടീമിൽ നിന്ന് ആളുകൾ ആരും പോയില്ല എന്നുള്ളത് വളരെ ഒരു ദുഃഖം ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒന്നും മിസ് ചെയ്യില്ല. തീർച്ചയായും ഞങ്ങൾ ശക്തമായി മുന്നോട്ട് പോകും. JRCM ഗുഡ് ആർസിയം. ഓക്കെ, താങ്ക് യു രോഷിനി മാഡം. ഇനി നമുക്ക് ക്ലോസിംഗിലേക്ക് കിടക്കാം. ക്ലോസിംഗിനായിട്ട് ഞാൻ വളരെ സ്നേഹത്തോടെ സ്മിനില അരുൺ മാഡത്തെ ക്ഷണിക്കുന്നു. മാഡം. JRCM എല്ലാവർക്കും നമസ്കാരം. സ്മിനില ഫോർട്ട് കൊച്ചിയിൽ നിന്ന്. എന്താ പറയണേ, March 8 നമ്മൾ അടിച്ചു പൊളിച്ച് ആഘോഷിച്ചു അല്ലെ? എപ്പോഴും നമ്മള് 8-ാം തീയതി വനിതാ ദിനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. ഹാപ്പി വുമൻസ് ഡേ. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷെ ഇത്തവണ വുമൻസ് ഡേ ശരിക്കും ഒന്ന് അങ്ങോട്ട് ആഘോഷിച്ചു, അതും അങ്ങ് ഡൽഹിയിൽ പോയിട്ട്. സത്യം പറഞ്ഞാല് ഒത്തിരി സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു അത്. എന്തായാലും ആദ്യം തന്നെ നമ്മളുടെ ഷൈമ മാഡത്തിന് കൺഗ്രാറ്റ്സ് പറയാണ്. കാരണം നമ്മളെ പ്രതിനിധീകരിച്ച ഓരോ ലേഡീസിനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് മാഡത്തിന് ആ ഒരു അവാർഡ്, നമ്മൾക്ക് കിട്ടിയൊരു അവാർഡ് തന്നെയാണ്. അതുകൊണ്ട് മാഡത്തിന് സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. എല്ലാവിധ വിജയങ്ങളും, ഇനിയും ഒരുപാട് വിജയങ്ങളും അതുപോലെ ഒരുപാട് ലേഡീസ് ഇതിലോട്ട് കൊണ്ടുവരാനും മാഡത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടാതെ ഞാൻ പറഞ്ഞു, ആ ഒരു എന്താ പറയാ,
വുമൻസ് ഡേയുടെ അന്ന് നമ്മൾ ആ ഡൽഹി പോയ ഒരുപാട് വിശേഷം എല്ലാരും പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി പ്രത്യേകിച്ച് എനിക്ക് പറയേണ്ട ആവശ്യമില്ല, കാരണം അതേ രീതിയിൽ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും പറയാണ്, ആ ഒരു വുമൻസ് ഡേയുടെ അന്ന് ആ ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞ് ആ ചുറ്റും ഒന്ന് കണ്ണോടിച്ചപ്പോ എന്തുമാത്രം 25,000 ആൾക്കാരുണ്ടെങ്കിൽ, സാധാരണ പറയും ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്ന് പറയും അല്ലെ ഒരു പ്രോഗ്രാം തുടങ്ങുമ്പോൾ. ശരിക്കും ലേഡീസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, കാരണം വിരലിൽ എണ്ണാവുന്ന പുരുഷ കേസരികൾ മാത്രമേ അവിടെ ഉണ്ടായുള്ളൂ. അപ്പോ അത്തരത്തിൽ നമ്മൾക്ക് അഭിമാനമുള്ള ഒരു സമയമായിരുന്നു ആ ഒരു ദിനം. അത്രയും വുമൻസിന്റെ കൂടിയിട്ടാണ് നമ്മൾ ആ ഒരു വുമൻസ് ഡേ ആഘോഷിച്ചത്. ലേഡീസ് മാത്രമുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതും കേരളത്തിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് 34ഓളം പേര് എത്തിയിട്ടില്ല, ഒരാളാവാൻ എനിക്ക് സാധിച്ചു. അതിലും ഒരുപാട് സന്തോഷം. ഈ ഒരു അവസരം നമ്മുടെ TCGL എന്ത് വലിയൊരു അവസരമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഡയറക്ട് മാർക്കറ്റിംഗ് സ്ത്രീകൾ ഇത്രയധികം ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഒരു വലിയൊരു അവസരമാണ് TCG നമുക്ക് തന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് നന്ദി പറയാതിരിക്കാൻ വയ്യ. കാരണം RCM ഒരു എന്താ പറയണ ഫാമിലി ബിസിനസ് ആണെന്ന് ശരിക്കും നമ്മളെ കാണിച്ചു തന്നു. ഫാമിലിയോടുകൂടി തന്നെ അവിടെ എല്ലാവരും മകനും മകളും അച്ഛനും ഒക്കെ കൂടിയുള്ള ഒരു എന്താ പറയണ ഒരു ഏകോപനം നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റി. ശരിക്കും അഭിമാനമുള്ള നിമിഷം തന്നെയായിരുന്നു അത്. എന്തായാലും ആ ഒരു അവസരം നമുക്ക് തന്ന TCG, അതോടൊപ്പം നമ്മുടെ എല്ലാ ലീഡേഴ്സും അത് കറക്റ്റ് ആയിട്ടാണ് നമ്മളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ലീഡേഴ്സ് ഇനിയും വരാനുണ്ട്. കാരണം കേരളം എന്ന് വിളിക്കുമ്പോ ആകെ കുറച്ച് പേര്, നമ്മളുടെ ശക്തി നമ്മൾ അവിടെ കാണിച്ചു, എങ്കിലും ഇനിയും ഒരുപാട് പേരൊന്നും ഉണ്ടായിരുന്നെങ്കിലൊന്ന് ആഗ്രഹിച്ചു. അപ്പൊ നെക്സ്റ്റ് March 8 തീർച്ചയായിട്ടും കേരളത്തിനെ പ്രതികരിച്ച് ഒരു കൂട്ടം ലേഡീസ് അവിടെ ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിൽ നടന്നത്. ഒത്തിരി എൻജോയ് ചെയ്തു, ഒത്തിരി അഭിമാനമുള്ള നിമിഷമായിരുന്നു. എന്തായാലും അഖില മാഡം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നു. ഒരുപാട് പേരിൽ ഈ ഒരു വിഷൻ എത്തിക്കാൻ പറ്റി. ഇങ്ങനെ ഒരു സംഭവം അവിടെ നടന്നു. നമുക്ക് നമ്മളുടെ ഉള്ളു തുറന്ന ഇപ്പോഴെങ്കിലും ആരും ഉറങ്ങിയില്ലെന്ന്. എന്തായാലും അത് ചുരുക്കിക്കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരിലും എത്തിക്കാൻ സാധിച്ചു. ഇന്ന് ഒരുപാട് പേര് ഇവിടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ അവരുടെ സന്തോഷമൊക്കെ പങ്കിട്ടു. അവർക്ക് എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം നമ്മളുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമായി, അവരും ഈ പറയുന്ന കോടിപതികളിൽ ഒരാളായി മാറാൻ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും സാധിക്കട്ടെ. അതോടൊപ്പം നമ്മുടെ സഫിയർ അഖിലാമൂർത്തി മാഡം, അഖില മാഡം, അതുപോലെ തന്നെ മൂർത്തി സാറും നമ്മൾക്ക് തരുന്ന ആ ഒരു സപ്പോർട്ട്, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും എന്തൊരു ധൈര്യത്തിലാണ് നമ്മൾ ആ ഇത്രയും ലേഡീസ് ആ ഒരു ഡൽഹി പ്രോഗ്രാമിന് പോയി തിരിച്ചെത്തിയത്. അപ്പോ അതിലും അഭിമാനം. ചരിത്രം കുറിച്ച കുറെ വനിതകളായിട്ട് നമുക്ക് മാറാൻ സാധിച്ചു. ഇനിയുള്ള ചരിത്രത്തിൽ നമ്മളെല്ലാവരും ഉണ്ടാവണം. ലേഡീസിന്റെ പവർ നമുക്ക് കാണിച്ചു കൊടുക്കണം. അത്രയും പവർഫുള്ളായ ശരിക്കും ഫൈറ്റേഴ്സാണ് നമ്മള്. സ്മൃതി ഇറാനി മാഡം പറഞ്ഞ പോലെ തന്നെ. അപ്പൊ എല്ലാവർക്കും ഈ ഒരു എന്താ പറയണേ RCM എന്ന പ്രസ്ഥാനത്തിലൂടെ വിജയിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ ഒരു നമ്മളുടെ ഈ ഒരു നിമിഷം പങ്കിട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എനിക്കിങ്ങനെ അവസരം തന്നതിൽ അഖില മാം താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് JRCM ഗുഡ് RCM ജെക്കി സോട്ട്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സ്മിനില മാം, താങ്ക് യു സോ മച്ച്. അപ്പോ എന്താ പറയാ, നല്ലൊരു ക്ലോസിംഗ് ആയിരുന്നു. സ്മിനില മാഡം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പറഞ്ഞു തന്നു നമുക്ക് അല്ലെ. അപ്പം ശരിക്കും എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ആ സുരേഷ് ഗോപിയുടെ ഡയലോഗ് തന്നെയാണ് ഇപ്പോഴും എനിക്ക് വരുന്നത് അല്ലെ. RCM മനസ്സിലാക്കണമെങ്കിൽ സെൻസ് വേണം, സെൻസിബിലിറ്റി വേണം, സെൻസിറ്റിവിറ്റി വേണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാല് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സെൻസ് ഉപയോഗിച്ചിട്ട് March 8 ലോക വനിതാ ദിനത്തില് നമ്മുടെ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് എന്തൊക്കെ പ്രോഗ്രാം ലേഡീസിന് വേണ്ടി ആസൂത്രണം ചെയ്യായിരുന്നു അല്ലെ. ഗവൺമെന്റിന്റെ തന്നെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. അതിലൊക്കെ തന്നെയുള്ള കണക്റ്റഡ് ആയിട്ടുള്ള കുടുംബശ്രീ പോലെയുള്ള ഇഷ്ടംപോലെ പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അവരെ ഒന്നും ഡൽഹിയിൽ ക്ഷണിച്ചില്ല? എന്തുകൊണ്ട് ഇത്രയും വലിയ ജനക്കൂട്ടം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല? ഇതായത് ഗവൺമെന്റിന് പോലും ശരിക്കും പറഞ്ഞാൽ അവർക്ക് കിട്ടി സെൻസും സെൻസിബിലിറ്റിയും ഒക്കെ. കാരണം ഇനി വനിതകളെ കോടിപതികളും ലക്ഷാധിപതികളും ഒക്കെ ആക്കണമെങ്കിൽ അത് ശരിക്കും ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളത്. അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൽ എത്തിക്സ് ഉള്ള ഒരേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് അത് RCM മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇനി കോടിപതികളാവാനും അതില് ഒരുപാട് സ്ത്രീകളെ അണിനിരത്താനും അല്ലെ, അവരെല്ലാവരെയും വിജയിപ്പിക്കാനുമായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് RCM, JRCM. താങ്ക് യു സോ മച്ച്.